വിസിബിൾ അല്ലേ? സ്ക്രീൻ ഉം. വിസിബിൾ? ഓക്കെ. നമുക്ക് ആദ്യം ഇതിന്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് നോക്കാം. ഇപ്പോ അതർ നിങ്ങളെ എസെൻഷ്യൽ മുഖമാണ് കാണുന്നത്. നിങ്ങളെ മുഖാലോ കാണണേ. ഏതോ കിച്ചന്റെ മുമ്പിൽ എഡിറ്റ് ചെയ്ത് കണ്ടിരിക്കുക. സമ്മതിക്കൂല. ഇപ്പൊ ഓക്കെയാണോ? ഓക്കെ ഓക്കെ. First provision, the minor agreement being nullity and void ab initio has a no existence uh, in the eye of law. അർത്ഥം നിങ്ങൾക്ക് അറിയാം, കുട്ടിയുമായിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന എഗ്രിമെന്റ് വോയിഡ് അപ്നിഷോ ആണ്. വോയിഡ് അപ്നിഷോ എന്നാൽ ആ കോൺട്രാക്റ്റിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അതിന് വാലിഡിറ്റി ഫിക്സ് ചെയ്ത് കൊടുക്കുന്നില്ല. കോടതിക്ക് ഒരു എന്ത് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ അഥവാ കുട്ടിയുമായിട്ടൊരു ട്രാൻസാക്ഷൻ നടന്നിട്ട് എതിർ കക്ഷി പറ്റിക്കപ്പെട്ടാലോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ പേരും പറഞ്ഞ് കോടതിക്ക് വരാൻ പറ്റില്ല. കോടതിക്ക് വന്നോ, ചായ കുടിച്ചു പോയിക്കോ. കോടതി ആരും സ്വീകരിക്കില്ല, കേസ് ആരും സ്വീകരിക്കില്ല, കോടതി സ്വീകരിക്കില്ല. ആൻഡ് ഇറ്റ് കനോട്ട് ബി റാറ്റിഫൈഡ് by the minor on attaining the age of majority because an agreement void ab initio cannot be made valid by subsequent adoption, subsequent ratification. ഒരു കുട്ടി ഒരാളോട് പോയിട്ട് പറയണ, സാർ ഞാൻ മേജർ ആണ്, കണ്ടാൽ ഒരു മെജോറിറ്റിയുടെ സൈസ് ഉണ്ടെങ്കിൽ പോലും അതിൽ വിശ്വസിച്ചുകൊണ്ട് മറ്റൊരാൾ കോൺട്രാക്റ്റിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല. അയാൾക്ക്, അതായത് അഗ്രീവ്ഡ് പാർട്ടിക്ക് വിക്ടിമായ ആൾക്ക് മൈനറിനെ ലേബിൾ ആക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ മൈനോറിറ്റിയിൽ ചെയ്ത പ്രവൃത്തി മേജർ ആകുന്ന സമയത്ത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതല്ലെങ്കിൽ റാറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, കൺഫേം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എന്ത് ചെയ്തു, 10 ലക്ഷം രൂപ മേജർ ആണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, റെപ്രസെന്റ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. നോർമലി ഈ കാര്യം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്, വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും പിന്നീട് ഞാൻ മൈനർ ആണ് എന്ന് അറിഞ്ഞപ്പോ നിങ്ങൾക്ക് നിയമം അറിയാവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ കോടതിയിലേക്കൊന്നും പോയില്ല. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ തന്നെ തോന്നിയത് അയാൾക്ക് ഞാൻ ചെയ്തത് തെറ്റല്ല. അപ്പോഴത്തേക്ക് എന്റെ വയസ്സ് 19 ആയിരുന്നു. പിന്നീട് ഞാൻ അയാളോട് പോയി പറഞ്ഞു, സാറേ ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരട്ടോ. ഉടനടി അയാൾ ഒരു എഗ്രിമെന്റ് പെട്ടെന്ന് ഉണ്ടാക്കി എഴുതിപ്പിച്ച് എന്റെ അടുത്ത് സൈൻ ചെയ്യിപ്പിച്ചു, വാക്ക് മാറുമെന്ന് അറിയാൻ വേണ്ടി. ആൻഡ് പിന്നീട് ഞാൻ വാക്ക് മാറിയാലും എനിക്കെതിരെ കേസ് കൊടുക്കാൻ കഴിയില്ല. ലോജിക്ക് എന്താ? ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലെ വാലിഡിറ്റി ഇല്ലാത്ത ഒരു കോൺട്രാക്റ്റിന് നമുക്ക് പിന്നീട് ഒരു കാരണവശാലും വാലിഡിറ്റി കൊടുക്കാൻ കഴിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. സോ ദ മൈനർ അഗ്രിമെന്റ് ബീങ് നള്ളിറ്റി ആയതുകൊണ്ട് വോയിഡ് അപ്നിഷോ ആണ് എന്താണ് ഈ നിയമത്തിന്റെ കണ്ണില്. ഒരു കാരണവശാൽ റാറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ആൻഡ് മേജർ ആയി കഴിഞ്ഞാല്. ആൻഡ് കാരണം ഒരു വോയിഡ് അപ്നിഷോ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് അതിന്റെ പിന്നീട് സബ്സിക്വന്റ്ലി നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, വാലിഡിറ്റി കൊടുക്കാൻ പറ്റില്ല. പോയിന്റ് നമ്പർ 1. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു കാര്യം മനസ്സിലായി. നിങ്ങൾ ആ സമയത്ത് ഇപ്പൊ ഒരുപാട് പ്രൊവിഷൻ കാണുമ്പോൾ നോക്കണ്ട, ഫോക്കസ് ചെയ്യാൻ ഭാഗത്ത് അവിടെ പോയിട്ട് ടെക്സ്റ്റിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്താൽ മതി. ടെക്സ്റ്റിന്റെ മൊത്തം പ്രൊവിഷൻ എടുത്ത് ബൈഹാർട്ട് ചെയ്ത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. തല പുകഞ്ഞ് അത് മനസ്സിലിരിക്കുന്നില്ല എന്ന് വെച്ച് വെറുതെ കംപ്ലൈന്റ് പറയണ്ട. ആ ഭാഗം അവിടെ പോയിട്ട് ജസ്റ്റ് വായിച്ചാൽ മതി. എന്നിട്ട് ഇത് കാണാപാഠം പഠിക്കുക. ഞങ്ങൾ അവിടെ പഠിച്ചു വെക്കുക. ആൻഡ് നെക്സ്റ്റ് വന്ന് വേർ ദ മൈനർ റെപ്രസെന്റ് ഫ്രോഡുലന്റ്ലി. ഇതിങ്ങനെ കൊടുക്കാൻ കാരണം ചിലത് വീണ്ടും വെവ്വേറെ രീതിയിൽ വരും. ഫ്രോഡുലന്റ്ലി ഒരാളെ പ്രസന്റ് ചെയ്തു, അതർവൈസ് ദാറ്റ് ഈസ് എ മേജർ എന്ന് പറഞ്ഞിട്ട് thereby induce another to entering into contract. ആ കോൺട്രാക്റ്റിലോട്ട് അങ്ങനെ അയാള് എൻ്റർ ചെയ്യാൻ കാരണമായിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നിയമ നടപടി കുട്ടിക്കെതിരെ എടുക്കാൻ പറ്റില്ല. ഇതേ സെയിം സാധനമാണ് അവിടെ പഠിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് രണ്ടാമത് പഠിക്കണോന്ന് വെച്ചാൽ വേണ്ട, അതിൽ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. അതെടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. അതിന് അഗ്രിമെന്റ് വിത്ത് ഇപ്പൊ ഈ ഒറ്റതിൽ എത്ര പൊസിഷൻ പോകുന്നു അറിയോ? എഗ്രിമെന്റ് വിത്ത് മൈനർ ഈസ് എ വോയിഡ് അപ്നിഷോ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നോ റാറ്റിഫിക്കേഷൻ ഓൺ അറ്റൈനിങ് മെജോറിറ്റി. 2 പോയിന്റ് അവിടുന്ന് പോകുന്നില്ലേ?
സോ നെക്സ്റ്റ് വണ് മൈനർക്കിടെയും അതുപോലെ തന്നെ അതിന്റെ ഡിപ്പെൻഡന്റിനും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അത്യാവശ്യമായ വസ്തുക്കൾ എന്തെങ്കിലും ആരെങ്കിലും സപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഇൻകോമ്പിറ്റന്റ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കൊടുത്ത ആ എക്സ്പെൻസ് നമുക്ക് തിരിച്ചു വാങ്ങിക്കാനായിട്ട് സാധിക്കും. എന്റെ അയൽവാസിയുടെ ഫാദർ സെക്കൻഡ് എന്റെ അയൽവാസിയുടെ എന്റെ അയൽവാസിന്റെ സുഹൃത്താണ്. അദ്ദേഹത്തിന് അയൽവാസി മരിച്ചു, കുട്ടിയുണ്ട്, അദ്ദേഹത്തിന് ഒരു കുട്ടിയുണ്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാല് കുട്ടിയുണ്ട്, മദറുണ്ട്, ജീവിച്ചിട്ട് വിധവയായ ഒരു മദറുണ്ട്. പക്ഷെ പ്രോബ്ലം അവർക്ക് ആർക്കും ഭക്ഷണം കൊടുക്കാറൊന്നുമില്ല. പക്ഷെ ഞാൻ അത് എന്ത് ചെയ്തു, അവർക്ക് വേണ്ട ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ആ കുട്ടി വലുതാകുന്നവരെ, മേജറായി ജോലിക്ക് പോകുന്നത് വരെ എല്ലാ എക്സ്പെൻസും ഞാൻ എന്ത് ചെയ്തു, നെറ്റ് ചെയ്തു. എങ്കിൽ അങ്ങനെ ചെയ്തോളൂ, നിയമം പറയണം, അങ്ങനെ ചെയ്തോളൂ, ഒരു പേടിയും പേടിക്കേണ്ട. അയാൾക്ക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ, അതായത് ആ മരിച്ചുപോയ ഇൻകോമ്പിറ്റന്റ് ആയ വ്യക്തിക്ക് ആ പ്രോപ്പർട്ടി അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. അതിന്റെ അർത്ഥം തീർച്ചയായും ആ ഫാദർ മരിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ആ മകന്റേതാണ്. അപ്പോ അതിൽ നിന്നും പിന്നീട് എനിക്ക് എന്ത് ചെയ്യാം, റിക്കവർ ചെയ്യാം. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാല് ആ പ്രോപ്പർട്ടി ആ എക്സ്പെൻസ് കിട്ടാൻ വേണ്ടി അയാൾക്കെതിരെ കേസ്, ആ കുട്ടിക്കെതിരെ കേസ് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റില്ല, അവനെ പേഴ്സണലി ലേബിൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ പ്രോപ്പർട്ടിയെ നമ്മൾ ലേബിൾ ആക്കാം. നമുക്ക് നാളെ കോടതിയിൽ പോയിട്ട് അത് റിക്കവർ വിറ്റിട്ട് റിക്കവർ ചെയ്യാനുള്ള എന്തെങ്കിലും നോക്കിയേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറേഞ്ച്മെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്യാമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ അവിടെ നിങ്ങൾ ലക്ഷറി ഐറ്റംസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തല്ല, ആ വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലക്ഷറി ഐറ്റംസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അത് അവന്റെ നെസസിറ്റി ആയിട്ട് പരിഗണിക്കാൻ കഴിയില്ല. അപ്പോ അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉണ്ടാവും, അയൽവാസി ആയിട്ടുള്ള ഒരാൾ എന്ത് കൊടുത്തു, ഒരു കാറ് കൊടുത്തു, കുട്ടിക്ക് എന്തിനാ കാറ് എന്നുള്ളൊരു ചോദ്യമില്ലേ? അപ്പൊ അതെന്തല്ല, അത് അയാളുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് സാധ്യമല്ല. വസ്ത്രം കൊടുത്തു, വിദ്യാഭ്യാസത്തിനുള്ള ഫണ്ട് കൊടുത്തു, അത് അവനക്ക് അത്യാവശ്യമായ സാധനമാണ്, അത് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്നും റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഫുഡ്, ക്ലോത്ത്, എക്സ്പെൻസ് ഓൺ എഡ്യൂക്കേഷൻ, മെഡിക്കൽ ട്രീറ്റ്മെന്റ് അവന്റെയും അവന്റെ ഡിപ്പെൻഡന്റിന്റെയും, ഫ്യൂണറൽ സെറമണീസ്, ഇതിന്റെ ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് റിക്കവർ ചെയ്യുവാനായിട്ട് സാധ്യമാണ്. നെക്സ്റ്റ് ഒന്ന്, കുട്ടി ഒരു പ്രവൃത്തി ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ പാരന്റിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല. എടാ ഇതൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ നടക്കുന്നതാണ്. ഞാൻ എന്റെ അയൽവാസിയുടെ ഇപ്പൊ അടുത്ത് ഒരു കേസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കുട്ടി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടിക്ക് മിഠായി മറ്റു വാങ്ങുന്ന അല്ലെ ഒരു ക്രൈസ് ഉണ്ടാവും. ഒരു മിഠായി കിട്ടിയ പിന്നെ കിട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പൊ കുട്ടി ഇതിൽ അഡിക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, അവന്റെ അയൽവാസിയായിട്ടുള്ള വേറൊരാളുടെ പേര് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ആ വീട്ടിലത്തെ അവന്റെ പേരന്റ് വെളിച്ചെണ്ണ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, വെളിച്ചെണ്ണ വാങ്ങിക്കാൻ വേണ്ടി പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവന് ഇത് എന്ത് ചെയ്തു, കഥാബുക്ക് വാങ്ങിച്ചു. എന്റെ നാട്ടിൽ നടന്നൊരു സംഭവമാണ്, കഥാബുക്ക് വാങ്ങിച്ചു. അങ്ങനെ കഥാബുക്ക് വാങ്ങിച്ചിട്ട് അവൻ തിരിച്ചു വന്നിട്ട് വീട്ടിൽ എന്തായാലും എണ്ണ ഇല്ലല്ലോ, അപ്പൊ എണ്ണ ഓൻ വാങ്ങിച്ചത് കടത്തിനാണ്. അയൽവാസിയുടെ ഒരു ചെക്കന്റെ പേര് പറഞ്ഞു, ഓൻ പൈസ തരും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ആ കടം അവരിൽ നിന്ന് വാങ്ങിച്ചു. അങ്ങനെ ആ വെളിച്ചെണ്ണ അവിടെ വാങ്ങിച്ചിട്ട് അവന്റെ വീട്ടിലേക്ക് ആ വെളിച്ചെണ്ണ കൊടുത്തു. പക്ഷെ പിന്നീട് ഈ ചെങ്ങായി നാട്ടിലേക്ക് ഇറങ്ങിയപ്പോ ഇയാളോട് ആ വെളിച്ചെണ്ണ കടക്കാരൻ പറഞ്ഞു, നിന്റെ പേര് വാങ്ങിച്ചിട്ട് ഇയാൾ എന്ത് വാങ്ങിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ വാങ്ങിയിട്ടുണ്ട്, പൈസ എവിടെയെന്ന് ചോദിച്ചു. അങ്ങനെ ആകെ പ്രശ്നമായി. അത് ഇദ്ദേഹത്തിന്റെ പേരന്റിനോട് വന്ന് പറഞ്ഞു, ആ ചെക്കനെ പിടിച്ചടിച്ചു. അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ടായി. പക്ഷെ നിയമം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ചെയ്ത പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ ആ കടക്കാർ ആ നഷ്ടം വഹിക്കേണ്ടി വരും. ആ അയൽവാസിക്കെതിരെയോ അവന്റെ പേരൻസിനെതിരെയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കേസ് കൊടുക്കാനായിട്ട് സാധ്യല്ല. അവൻ ചെയ്ത പരിപാടിയാണ്. എന്നാൽ വെളിച്ചെണ്ണ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് പറഞ്ഞത് വിചാരിക്കുക, പാരന്റാണ് പറഞ്ഞത്, മോൻ പോയി അവിടെ പോയിട്ട് എന്ത് ചെയ്യൂ, കുറച്ച് വെളിച്ചെണ്ണ വാങ്ങിക്കൊണ്ടുവരും, എന്റെ പേര് പറഞ്ഞാൽ മതി എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അയാൾ അവിടെ പോയിട്ട് ആ കാര്യം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പേരൻസ് എന്താണ്, ലയബിൾ ആണ്. അപ്പൊ അവിടെ ചോദ്യം വരും, സാറേ ഈ കുട്ടി ഈ വരുന്ന ആൾക്ക് എങ്ങനെ അറിയാം അത് പേരന്റ് പറഞ്ഞയച്ചതാണോ അല്ലയോ എന്നുള്ളത്?
അത് തീർച്ചയായും ആ കാര്യം എന്നോട് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ അത് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എണ്ണ വന്നിട്ട് ഇവിടെ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അത് ഞാൻ തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ കാര്യം എന്നോട് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ പൈസ ഞാൻ എന്ത് ചെയ്യും, കൊടുക്കും. പക്ഷെ ഈ എന്റെ അയൽവാസിയുടെ കേസ് പറഞ്ഞത് അവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അഭിമാന പ്രശ്നമായതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു, ആ പേയ്മെന്റ് സെറ്റിൽ ചെയ്തു. പക്ഷെ നിയമപ്രകാരം അവന്റെ പാരന്റിനെയോ അല്ലെങ്കിൽ അവന്റെ ഗാർഡിയനെയോ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ പേര് പറഞ്ഞ് മൈനർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ലയബിൾ ആക്കുവാനായിട്ട് സാധ്യമല്ല. സോ എ മൈനർ കനോട്ട് മേക്ക് ദർ പാരന്റ് ഓർ ഗാർഡിയൻ ലീഗലി റെസ്പോൺസിബിൾ ഫോർ എനി അഗ്രിമെന്റ് അല്ലെങ്കിൽ പർച്ചേസ്, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഫോർ നെസസിറ്റി, unless the parent or guardian has a direction given permission allow the minor to act on his behalf as a agent എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞയച്ചതാണെങ്കിൽ എന്നെ എന്ത് ചെയ്യാം, ലേബിൾ ആക്കാം. ഞാൻ പറഞ്ഞയച്ചിട്ടില്ല എങ്കിൽ ഒരു കാരണവശാലും ലേബിൾ ആക്കുവാൻ സാധ്യമല്ല എന്നാ പറഞ്ഞത്. സോ അവിടെ നിന്ന് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഓക്കെ, റിഫ, ഹിബ, ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എത്ര പ്രൊവിഷൻസ് അവിടെ നിന്ന് പോകുന്നറിയോ ഈ ഒറ്റ കേസ് സ്റ്റഡിയിൽ നിന്ന്? ഒന്ന്, agreement with the minor is a void up issue void. No restitution against a minor. Restitution, but no estoppel against a minor. No ratification on attaining majority. Next one, agreement അവന്റെ ഗാർഡിയനോ എന്തല്ല ലയബിൾ അല്ല, റെസ്പോൺസിബിൾ അല്ല. അതായത് 4 പ്രൊവിഷൻ ഓൾറെഡി കേസിലൂടെ പോകുന്നില്ലേ. ഇനി ഈ സാധനങ്ങൾ കാണാപാഠം പഠിച്ചു കഴിഞ്ഞാൽ ആ കണ്ടന്റിന്റെ 50% കിട്ടിയില്ലേ, അത് പിന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ പോരെ. ഇതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഏകദേശം ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ലേ. എന്തിനാ അനാവശ്യമായ ടെൻഷൻസ്? when the party agreed on the same thing on the same sense it is called consent. അത് ഫ്രീ കൺസെന്റിന്റെ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ടാണ്. 2 വ്യക്തികൾ ഒരേ സമയം ഒരു കാര്യത്തിന്റെ മുകളില് അല്ലെ, മീറ്റിംഗ് ഓഫ് മൈൻഡ് എന്നാ പറയാ അല്ലെ, കൺസെൻസസ് അതീതം എന്നാ പറയാ. അതിന്റെ അർത്ഥം മീറ്റിംഗ് ഓഫ് മൈൻഡ് അവിടെ വരണം. അതായത് നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? വൈറ്റ് ഹൗസ് ആണ്. നിങ്ങൾക്ക് 2 വീടുണ്ട്, വൈറ്റ് ഹൗസ് ആണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, റെഡ് ഹൗസ് ആണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഉദ്ദേശിക്കുന്നത് റെഡ് ഹൗസ് ആണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ എന്തല്ല, അത് മിസ്റ്റേക്ക് ആണ്. അത് അവിടെ എന്തില്ല, കൺസെന്റ് ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. So when the party agreed on the same thing on the same sense, it is called consent. Consent ഇല്ലെങ്കിൽ അവിടെ എന്തില്ല, കോൺട്രാക്ട് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ. കോൺട്രാക്ട് ഇല്ല, ഇതാണ് സൊല്യൂഷൻ. ഇതാണ് നമ്മുടെ കൺക്ലൂഷനിലേക്ക് വേണ്ട നമുക്ക് സാധനം. അപ്പോ അതുകൊണ്ട് തന്നെ കോൺട്രാക്ട് ഇല്ല. വോയിഡബിൾ ആണെങ്കിൽ വോയിഡബിൾ, അതാണ് അതിന്റെ കൺക്ലൂഷൻ, കേസ് സ്റ്റഡീസിന്റെ കൺക്ലൂഷൻ വരിക. അപ്പോ ഇനി അടുത്തത് കൊയേഷൻ എന്താണെന്നുള്ളതാണ്. ഓരോ പ്രൊവിഷൻ വായിക്കുമ്പോൾ അതിൽ സൊല്യൂഷൻ പറയുന്നുണ്ടാവും. ആ സൊല്യൂഷൻസ് നമ്മളവിടെ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, എന്താണ്, അപ്പോഴാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ കൊയേഷൻ എന്ന് പറഞ്ഞാൽ കമ്മിറ്റിംഗ് അല്ലെങ്കിൽ ത്രെട്ടൺ ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൻ ബൈ IPC എന്ന് മാറ്റി BNS, ഭാരതീയ ന്യായ സംഹിത. അതിനർത്ഥമല്ല ഭാരതീയ ന്യായ സംഹിത പറഞ്ഞ കാര്യം ചെയ്തുകൊണ്ടോ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയോ, നിന്നെ കൊല്ലും എന്ന് പറയുമ്പോ IPC പ്രൊഹിബിറ്റ് ചെയ്ത, BNS പ്രൊഹിബിറ്റ് ചെയ്ത കാര്യമാണ്. അത് ചെയ്തുകൊണ്ടോ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയോ ഒരാളെ കോൺട്രാക്ടിലോട്ട് എൻ്റർ ചെയ്യിപ്പിച്ച കൊയേഷൻ ആണ് അല്ലെ. ഇപ്പൊ ഷിയാരുടെ കയ്യിൽ എന്താ ഡയമണ്ട് നെക്ലേസ് ഉണ്ട്, ഞാൻ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തി പറയണേ തന്നിട്ടില്ല എങ്കിൽ 20 ലക്ഷത്തിന്റെ സാധനമാണത്. 20 ലക്ഷത്തിന്റെ സാധനമാണത്. ആ 20 ലക്ഷത്തിന്റെ സാധനം നിങ്ങൾ എനിക്ക് തരുന്നത് 5 ലക്ഷത്തിൽ തന്നിട്ടില്ലേ കൊന്നു കളയുമെന്ന് പറഞ്ഞാൽ അത് IPC പറഞ്ഞ കമ്മിറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ത്രെട്ടൺ ടു കമ്മിറ്റ് എനി ആക്ട് ഫോർബിഡൻ ബൈ IPC ആണ്. അൺലോഫുൾ ഡീറ്റെയിലിംഗ് എന്നുള്ള വാക്കിന്റെ അർത്ഥം പിടിച്ചു വെക്കുക എന്നാണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ടെന്ന് വെച്ചാല് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ നിങ്ങളുടെ വേണ്ടപ്പെട്ട കുറെ ഡോക്യുമെന്റ്സ് എന്റെ കയ്യിലുണ്ട്. ഗുഡ്സ് വേണമെന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പർട്ടി വേണമെന്നില്ല, ഡോക്യുമെന്റ് ആയാലും അതിനെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ കരുതും. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അക്കൗണ്ട്സ് ചെയ്യുന്ന ആളാണ്, അക്കൗണ്ട്സ് ഹെഡ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന, എന്റെ അടുത്താണ് എല്ലാ റെക്കോർഡ് ഉള്ളത്. ഞാൻ ബിസിനസ്മാനെ ഭീഷണിപ്പെടുത്താണ് 10 ലക്ഷം തരാതെ ഞാൻ ഈ ഡോക്യുമെന്റ്സ് വിട്ടു തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൊയേഷൻ ആയിട്ട് നമ്മൾ പരിഗണിക്കാനായിട്ട് പറ്റും. So coercion, committing or threatening to commit any act forbidden by BNS and unlawful detaining അല്ലെങ്കിൽ threatening to detain
എന്തിനു വേണ്ടിയിട്ടാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അയാളെ കോൺട്രാക്റ്റിലോട്ട് എൻറ്റർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാ ചെയ്യുന്നത്. അങ്ങനെ സൊല്യൂഷൻ തൊട്ട് താഴത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സൊല്യൂഷൻ എന്താ? ഇത് വെച്ച് ആരുടെങ്കിലും കോൺട്രാക്ട് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാല് അത് വോയിഡബിൾ ആണ്. വോയിഡബിൾ എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരുടെ ഡയമണ്ട് നെക്ലേസ് ആണോ ഞാൻ വാങ്ങിച്ചുള്ളത് ആ പാർട്ടിക്ക് ഒന്നല്ലെങ്കിൽ അത് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും, ഓക്കെ അടിക്കാൻ പറ്റും, അതല്ലെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അത് വോയിഡ് ചെയ്യാനായിട്ട് സാധിക്കും. So a contract induced by coercion is a voidable at the option of the party who consent was obtained through the coercions. ഇനി അനദർ ഒരു കേസുമായി ബന്ധപ്പെട്ട് അവിടെ തന്നെ എന്ത് ചെയ്യും? ഒരു ചോദ്യം ഉണ്ടാവും. സപ്പോസ് സാർ, ഞാൻ കപ്പലില്, ഞാൻ ഇന്ത്യക്കാരനാണ്, അതിന്റെ റിഫയും ഇന്ത്യക്കാരനാണ്. റിഫ എവിടെ നിന്നും? അമേരിക്കയിൽ നിന്ന് ഗുഡ്സ് കൊണ്ടുവരികയാണ്. ഞാൻ കപ്പലിലുണ്ട്. സോ ഒരു കോടാലി വെച്ചിട്ട് ഞാൻ റിഫയോട് പറഞ്ഞു, ഇത് 1 കോടി രൂപയുടെയാണ് ടോട്ടൽ വാല്യൂ ഈ ഗുഡ്സിന്റെ. എനിക്കിത് നീ 50 ലക്ഷത്തിന് തന്നിട്ടില്ല എങ്കിൽ ഞാൻ എടുത്തിട്ട് നിന്റെ ഷിപ്പിന്റെ പുറത്തേക്ക് എറിയുന്ന പറയാണ്. നടക്കുന്നത് ഏത് പോർട്ടി വെച്ചിട്ടാണെന്നറിയോ? അമേരിക്കൻ പോർട്ടി വെച്ചിട്ടാണ് നടക്കുന്നത്. ചോദ്യം ഇന്ത്യയിലേക്ക് വന്നപ്പോ റിഫ എനിക്കത് വിറ്റു. റിഫ എനിക്കെതിരെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തു. അവിടെ നമുക്കൊരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. സാറെ, കൊയേഷൻ നടന്നത് അമേരിക്കയിലല്ലേ, ഇന്ത്യയിലല്ലല്ലോ. പിന്നെ എങ്ങനെ ഇന്ത്യയിൽ കേസ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് അത് മെറ്റീരിയൽ ഫാക്ട് അല്ല. കൊയേഷൻ നിങ്ങൾ എവിടെ കളിച്ചാലും ശരി, ആ കൊയേഷൻ കളിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമ്മൾ നോക്കുള്ളൂ. അവിടെ ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ എന്തെല്ലാം മാറ്റർ അല്ല. സോ ഈ കേസിൽ റിഫക്ക് എനിക്കെതിരെ കേസ് ഇന്ത്യയിൽ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. So it is immaterial ആണ് whether the Indian penal code or is not from the place where the coercion is employed. ഒരാള് സൂയിസൈഡ് ചെയ്തു, ഒരാള് ഭാര്യയെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്, മകനെയും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ഈ പ്രോപ്പർട്ടി എന്റെ സുഹൃത്തിന്റെ പേരിലേക്ക് നിന്റെ പേരിലുള്ള സ്വർണം കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ചാടിച്ചാകും. സോ അത് ത്രെട്ടനിങ് ആണ്. അത് ആക്ച്വലി എന്താണ്? ഭീഷണിപ്പെടുത്തും എന്നാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കൊയേഷനായി പരിഗണിക്കും. അത് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. കമ്മിറ്റിംഗ് എന്ത് സൂയിസൈഡ് ഈസ് നോട്ട് അമൗണ്ട് ടു കൊയേഷൻ, ബട്ട് ത്രെട്ടനിങ് ടു കമ്മിറ്റ് സൂയിസൈഡ് എന്താണ്? കൊയേഷൻ ആയിട്ട് പരിഗണിക്കും. ഇനി നമുക്ക് നോക്കാം, നിങ്ങൾ റിട്ടൻഷന്റെ ഭാഗത്തേക്ക് നോക്കാം. കൊയേഷൻ എന്നുള്ള ഭാഗം പഠിക്കാൻ വേറെ ഒന്നും പോണ്ട. 3 സാധനം അതിലോട്ട് കയറിപ്പോന്നു. ആ കൊയേഷൻ എന്താണ്? കമ്മിറ്റിംഗ് ത്രെട്ടനിങ് ടു കമ്മിറ്റ്. 2, അതിന്റെ ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ കൊടുത്ത ഫാക്ട് ഉണ്ടാവും, അത് എവിടെ സംഭവിച്ചു എന്നുള്ളത് പ്രശ്നമല്ല. 3ാമത്തെ കേസ് കമ്മിറ്റിംഗ് സൂയിസൈഡ് എന്തല്ല? കൊയേഷൻ അല്ല. പക്ഷെ ത്രെട്ടനിങ് ടു കമ്മിറ്റ് സൂയിസൈഡ് എന്താണ്? കൊയേഷൻ ആണ്. അത് അവിടെ നിന്നും പോന്നു. ഈ നെക്സ്റ്റ് വണ് അൺഡി ഇൻഫ്ലുവൻസ് എന്താന്നുള്ളതാണ്. അൺഡി ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന പ്രൊവിഷൻസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻ വേണം. സോ റിലേഷൻ ബ്ലഡ് റിലേഷൻ ആവാം, അതർ റിലേഷൻ ആവാം. വാട്ട് എവർ റിലേഷൻ, അവിടെ ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം അൺഡി ഇൻഫ്ലുവൻസ് അപ്ലൈ ചെയ്യണമെങ്കിൽ. സോ ആ റിലേഷനില് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ഡോമിനന്റ് പൊസിഷനിലാണ്. ഓക്കെ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ എന്ത് പൊസിഷനിലാണ്? ഡോമിനന്റ് പൊസിഷനിലാണ്. ഈ അൺഡ്യൂ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അൺനെസസറി എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ അൺവാറന്റഡ്, അല്ലെങ്കിൽ സംതിങ് വിച്ച് ഈസ് മോർ വിച്ച് ഈസ് റിക്വയർഡ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതില് അവിടെ റിലേഷൻഷിപ്പ് ഉണ്ടാവണം. 2ാമത്തെ കേസ് അത് ഡോമിനന്റ് പൊസിഷനിലായിരിക്കണം. 3ാമത്തെ കേസ് അൺഫെയർ അഡ്വാൻറ്റേജസ് നടക്കണം. ഈ 3 കാര്യങ്ങൾ നടക്കുമ്പോഴാണ് അൺഡി ഇൻഫ്ലുവൻസ് ഉണ്ട് പറയാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഞാനും നിങ്ങളും തമ്മിൽ ഒരു ബന്ധമുണ്ട്. സോ റിലേഷൻ ഉണ്ട്. ആൻഡ് ഞാൻ നിങ്ങളുടെ ഡോമിനന്റ് പൊസിഷനിലാണ്. സ്റ്റുഡൻസും അധ്യാപകരും വരുമ്പോൾ അധ്യാപകൻ ഡോമിനന്റ് പൊസിഷനിലാണ് വരിക. അതുപയോഗിച്ച് നിങ്ങളെ അത്രയും ബന്ധം ഉണ്ടത് കൊണ്ട് ഞാൻ നിങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എന്ത് ചെയ്യുന്നു? ഞാനത് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണെങ്കിലാണ് അത് അൺഡി ഇൻഫ്ലുവൻസ് ആവുക. അൺഫെയർ അഡ്വാൻറ്റേജ് എടുക്കുകയാണെങ്കിലാണ് അത് അൺഡി ഇൻഫ്ലുവൻസ് ആവുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഡോമിനന്റ് പൊസിഷനിലാണ്. ആക്ച്വലി ടീച്ചർ സ്റ്റുഡന്റ് വരുമ്പോൾ നമ്മൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്, പക്ഷെ ഞാൻ അൺഫെയർ അഡ്വാൻറ്റേജ് എടുത്തിട്ടില്ല എങ്കിലും നമ്മൾ എന്തല്ല? അൺഡി ഇൻഫ്ലുവൻസ് അല്ല. അപ്പൊ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഒരാൾ ഡോമിനന്റ് പൊസിഷൻ ആയിട്ട് മാറുക എന്നുള്ളതാണ്. ഒന്ന്, അവിടെ റിയൽ അല്ലെങ്കിൽ അപ്പാരന്റ് അതോറിറ്റി ഉണ്ടാവുക. ഒരാൾക്ക് മറ്റൊരാളുടെ മുകളിൽ അൾട്ടിമേറ്റ് ആയിട്ടൊരു അതോറിറ്റി ഉണ്ടായിരിക്കാം. അത് റിലേഷന്റെ പുറത്തല്ല, ട്രസ്റ്റിന്റെ പുറത്തല്ല.
ഒരു അതോറിറ്റി. ഇപ്പൊ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ബന്ധം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അവിടെ തമ്മിലൊരു ബന്ധമുണ്ട്. പക്ഷെ ആ ബന്ധം ട്രസ്റ്റിന്റെ പുറത്തുള്ള ബന്ധമല്ല, അത് പേടിയുടെ ബന്ധമാണ്, അപ്പാരന്റ് അതോറിറ്റിയുടെ ബന്ധമാണ്, അല്ലെ? ഇപ്പൊ ഞാനൊരു സെർവന്റിനോട് പറയാ, അനക്ക് ഞാൻ ഈ വർഷത്തെ ബോണസ് തരണമെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ അന്ന് ഈ എംപ്ലോയ്മെന്റിൽ നിന്നും പിരിച്ചുവിടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിന്റെ പ്രോപ്പർട്ടി എനിക്ക് മാത്രമേ തരാൻ പാടൂ, ഞാൻ പറയുന്ന പൈസക്ക് എന്ന് പറയുമ്പോ അത് അണ്ടി ഇൻഫ്ലുവൻസ് ആണ്. എന്തുപയോഗിച്ചിട്ടാ? അപ്പാരന്റ് അതോറിറ്റി ഉപയോഗിച്ചിട്ടാണ്. സോ മാസ്റ്ററും സെർവന്റും ഇൻകം ടാക്സ് ഓഫീസറും അസസിയും ഇൻകം ടാക്സ് എന്റെ കമ്പനിയിലോട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല. പക്ഷേ അവൻ എന്ത് പൊസിഷനിലാണെന്ന് വെച്ചാൽ ഡോമിനന്റ് പൊസിഷനിലാണ്. ഇൻകം ടാക്സ് ഓഫീസറും അസസിയും തമ്മിലുള്ള ബന്ധം എന്താന്ന് വെച്ചാൽ ബന്ധമില്ല എന്നല്ല, ബന്ധമുണ്ട്. അത് എന്ത് ബന്ധമാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നേക്കാൾ കൂടുതൽ എന്തുണ്ട്, അയാൾക്ക് ഹോൾഡിംഗ് ഉണ്ട്. ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ബന്ധമല്ല. എന്നാൽ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ട്രസ്റ്റ് ഉള്ള ഒരു ബന്ധമാണ്. ഫാദറും സണ്ണും തമ്മിലുള്ള ബന്ധം അതൊരു ട്രസ്റ്റ് ആണ്. ഞാൻ കണ്ണും പൂട്ടി വിശ്വസിക്കും. ഗാർഡിയൻ അതുപോലെ വാർഡനും തമ്മിലുള്ള ബന്ധം, സോളിസിറ്ററും ക്ലയന്റും വക്കീലും ഞാനും തമ്മിലുള്ള ബന്ധം, വക്കീൽ എന്ത് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കും. ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള ബന്ധം, ഡോക്ടർ എന്ത് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കും. ആൻഡ് ഗുരുവും അതുപോലെ തന്നെ ശിഷ്യനും തമ്മിലുള്ള ബന്ധം, അല്ലെ? നമുക്കറിയാം, പ്രാക്ടിക്കൽ സെൻസിൽ എടുക്കുകയാണെങ്കിൽ എല്ലാ മതത്തിലും എന്തുണ്ട്, അപ്പൊ നമ്മുടെ മീൻസ് അല്ലെ, നമ്മുടെ മുസ്ലിംമാര് അല്ലെങ്കിൽ അതിനെ പിൻപറ്റുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അപ്പുറത്തെ സ്വാമിമാര് അല്ലെങ്കിൽ അതിന്റെ ശിഷ്യന്മാര്, നമ്മളെ അയാളെ ഏറ്റവും ഹൈ പൊസിഷനിലാണ് കാണിക്കുന്നത്. അയാളുടെ വാക്ക് നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്, വിശ്വസിച്ചിട്ടുണ്ട്. അയാൾ പറയുന്നത് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. നിങ്ങൾ 3 പടി പൊളിച്ചു കളയണം എന്ന് പറഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ പൊളിച്ചു കളയുന്നു. ബിക്കോസ് അത്രയും എന്തുണ്ട്, അയാളുടെ മുകളിൽ നമുക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഇപ്പൊ ഒരു ഗുരു പറയാണ് നമ്മളോട്, അല്ലെങ്കിൽ ഒരു മുസ്ലിം പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ പ്രോപ്പർട്ടി ഞാൻ പറയുന്ന പൈസക്ക് വിറ്റിട്ടില്ലെങ്കിൽ അതിനൊരു ദോഷമുണ്ട്, അത് നിങ്ങളുടെ ഭാവിയിലുള്ളതിനെ ബാധിക്കും എന്ന് പറയണേ. അണ്ടി ഇൻഫ്ലുവൻസ് പെട്ടെന്ന് കളിക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണല്ലേ ഫിഡ്യൂഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അത് ഫിഡ്യൂഷ്യൽ റിലേഷൻഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അണ്ടി ഇൻഫ്ലുവൻസ് ആണ്. മൂന്നാമത്തെ കേസ്, രോഗിയെ മെന്റൽ ആയിട്ടുള്ള ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വാർദ്ധക്യമെത്തുക, ഞാൻ യങ് ആണ് ആൻഡ് 60-80 വയസ്സുള്ള ആൾക്കാർ വാർദ്ധക്യാണെങ്കിൽ ഞാൻ അയാളുടെ സ്റ്റേറ്റ്മെന്റിനേക്കാളും എന്റെ സ്റ്റേറ്റ്മെന്റ് അധികം പോവാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. അയാൾ അത് അടങ്ങും അവിടെ. സോ ദാറ്റ് ഈസ് വാട്ട് ഡോമിനന്റ്. ഈ 3 കേസുകളിൽ ഞാൻ ക്ലാസ് പറയാത്തൊരു പോയിന്റ് ഞാൻ നിങ്ങളോട് പറയണം. അതായത് അണ്ടി ഇൻഫ്ലുവൻസിന് ഇപ്പൊ ഈ പറഞ്ഞ 3 കേസുകളില്ലേ, കോടതി അണ്ടി ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് പ്രസ്യൂം ചെയ്യുന്ന എന്തുണ്ട്, അണ്ടി ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് കോടതി പ്രസ്യൂം ചെയ്യും, അസ്യൂം ചെയ്യും. ഇപ്പുറത്തെ കേസിൽ പറയുകയാണെങ്കിൽ 2ആയി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഇവിടെ തന്നെ വരച്ച് കാണിക്കുകയാണെങ്കിൽ അണ്ടി ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് അസ്യൂം ചെയ്യും അല്ലെങ്കിൽ പ്രസ്യൂം ചെയ്യുന്ന കേസുകളുണ്ട് കോടതി. പ്രസ്യൂം ചെയ്യാത്ത, നോ പ്രിസംഷൻ, ഒരു പ്രസ്യൂം ചെയ്യാത്ത കേസുകളുണ്ട്. അണ്ടി ഇൻഫ്ലുവൻസ് ഓൾറെഡി ഉണ്ട് എന്ന് പ്രസ്യൂം ചെയ്യുന്ന കേസുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഈ 3 ഒന്ന് ഏതാ? അപ്പാരന്റ് അതോറിറ്റി, ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്, അതർ പാർട്ടി, ഇമോഷണലി വൾണറബിൾ. അങ്ങനെ പറഞ്ഞാൽ വീണ്ടും നിങ്ങൾ കൺഫ്യൂഷൻ ആവും. അതെന്താ സാറേ ചോദിക്കും. ഇറ്റ് മീൻസ് ഈ റിലേഷൻ ഉള്ള ഒരു കേസ് കോടതിയിലേക്ക് വരികയാണെങ്കിൽ കോടതി മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ കോടതി അവിടെ പറയും. ഇപ്പൊ ഒരു അധ്യാപകനും ഒരു സ്റ്റുഡൻസും കൂടി കോടതിയിൽ കേസ് കൊടുത്തു അധ്യാപകനെതിരെ. എന്ത് സാർ, അദ്ദേഹം അണ്ടി ഇൻഫ്ലുവൻസ് വാങ്ങിച്ചിട്ട് എന്റെ കാറ് അദ്ദേഹം തട്ടിയെടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ കോടതി മറ്റു കാര്യങ്ങളിലേക്ക് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നൊന്നും നോക്കൂല. കോടതി മുൻധാരണ ഉണ്ടാവും. എന്ത്, അവിടെ അണ്ടി ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് കോടതി അസ്യൂം ചെയ്യും. അതാണ് അസ്യൂം ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ മറ്റു സ്ഥലത്ത് എന്ത് ചെയ്യില്ല, അസ്യൂം ഒന്നും ചെയ്യില്ല. അത് ഓൾറെഡി ഉണ്ടോ ഇല്ലേ എന്ന് കോടതിക്ക് മുൻധാരണ ഒന്നുമില്ല. അപ്പൊ ഏത് കേസിലാണ് അസ്യൂം ചെയ്യുക എന്ന് വെച്ചാല്, ഒന്ന് അപ്പാരന്റ് അതോറിറ്റിയില്, ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പില്, ഇമോഷണലി വൾണറബിൾ ആയ കേസിലൊക്കെ കോടതി അസ്യൂം ചെയ്യും അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, അണ്ടി ഇൻഫ്ലുവൻസ് സംഭവിച്ചിട്ടുണ്ട്. ഇനി അവിടെ അത് സംഭവിച്ചിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് ഡോമിനന്റ് പൊസിഷനിൽ നിൽക്കുന്ന ആളുടേതാണ്. ഇപ്പൊ കേസ് നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ, കേസുമായി കോടതിയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ കേസിലുള്ള ടീച്ചറാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്, അത് പ്രൂവ് ചെയ്യേണ്ടത്. സാർ, ഞാൻ അവിടെ അണ്ടി ഇൻഫ്ലുവൻസ് എന്ത് ചെയ്തിട്ടില്ല, ചെയ്തിട്ടില്ല എന്നുള്ളത്.
അപ്പോ ഇപ്പുറത്തെ കേസിൽ നോ പ്രിസംഷന്റെ കേസിലാണെങ്കിൽ, ഇതല്ലാത്ത കേസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ അണ്ടി ഇൻഫ്ലുവൻസ് നടത്തിയിട്ടുണ്ട് എങ്കിൽ അവിടെ തെളിയിക്കേണ്ടത് അഗ്രീവ്ഡ് പാർട്ടിയാണ്. അഗ്രീവ്ഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിക്ടിമായ വ്യക്തിയാണ് ഇവിടെ അണ്ടി ഇൻഫ്ലുവൻസ് നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ രണ്ട് ടോപ്പിക്കുകളുണ്ട്. ഒന്ന് പ്രിസംഷൻ വരും, നോ പ്രിസംഷനും വരും. പ്രിസംഷൻ വരുന്ന സ്ഥലത്ത് കോടതി ഈ പറഞ്ഞ കാരണങ്ങൾ സംഭവിച്ചാൽ കോടതി ഒന്നും നോക്കില്ല, അവിടെ അണ്ടർ ഇൻഫ്ലുവൻസ് നടന്നിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യും, അവിടെ കോടതി പറയും. ഇനി അങ്ങനെ നടന്നിട്ടില്ല എങ്കിൽ അത് തെളിയിക്കേണ്ടത് ഡോമിനന്റ് പൊസിഷനിലുള്ള ആളുടെ ഉത്തരവാദിത്തമാണ്. മറ്റ് കേസുകളിൽ നോ പ്രിസംഷൻ ആണ്, ഇതല്ലാത്ത കേസുകളിൽ അവിടെ അഗ്രീവ്ഡ് പാർട്ടിയാണ് തെളിയിക്കേണ്ടത് എന്ത്, സാർ ഇവിടെ അണ്ടർ ഇൻഫ്ലുവൻസ് നടന്നിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് അല്ലേ സാറേ? ഓക്കെ അല്ലേ? കൂടെ ഉണ്ടോ? ഹലോ? ഓക്കെ, ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇനി അതുമായി ബന്ധപ്പെട്ട് അവിടെ വീണ്ടും അണ്ടി ഇൻഫ്ലുവൻസിന്റെ കേസ് വരും. അതായത് നേരത്തെ പറഞ്ഞ അണ്ടി ഇൻഫ്ലുവൻസ് എപ്പോഴാ വരാന്ന് വെച്ചാൽ ഒരാൾക്ക് ബാർഗെയിനിങ് പവർ വരുമ്പോഴാണ് അണ്ടി ഇൻഫ്ലുവൻസ് വരിക. നിങ്ങള് ഒരു മൂവി ഉണ്ട്, ആരുടെ മൂവി എന്നറിയോ? നമ്മുടെ ഇയാളുടെ വിനീത് ശ്രീനിവാസന്റെ ഒരു മൂവി ഉണ്ട്. വിനീത് ശ്രീനിവാസൻ അല്ല, നിവിൻ പോളിയുടെ ഒരു മൂവി ഉണ്ട്. വിനീത് ശ്രീനിവാസനൊക്കെ സംവിധാനം ചെയ്ത ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്. അത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അതിലൊരു സീനുണ്ട്. ആ നടന്റെ അച്ഛൻ എന്ത് ചെയ്യും, ജയിലിലാക്കും. വേറൊരു രാജ്യത്താണ്. അയാൾക്കെതിരെ കേസ് കൊടുക്കുന്നു വെച്ചിട്ടാണ് അയാൾ വേറെ രാജ്യത്ത് പോയത്. അയാൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റൂല, കാരണം ഇയാൾക്ക് കുറെ കടം കൊടുക്കാണ്ട്. ഇദ്ദേഹത്തിന്റെ നടന്റെ അച്ഛനെ പറ്റിച്ചതാണ് വേറെ ടീം. അങ്ങനെ പറ്റിച്ചത് കൊണ്ട് ഇദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അയാൾ നാട് വിടും അവിടുന്ന്. ആൻഡ് പിന്നീട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റുന്നില്ല. പിന്നെ അത് വീട്ടുന്ന ഒരു മൂവിയാണ് ഇത്, നിവിൻ പോളിയുടെ ജേക്കബിന്റെ സ്വർഗരാജ്യം. അതിൽ ഫൈനലി ഈ കേസ് കൊടുത്ത വ്യക്തി ഉണ്ടാവില്ല, ഇങ്ങോട്ട് വരാതാക്കിയ വ്യക്തി, ആ വ്യക്തിയും ഇതേപോലെ അയാൾ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടാവും. അപ്പോ നിവിൻ പോളി അയാൾക്ക് പറ്റിച്ചിട്ടുണ്ടാവും, ഇയാൾ ക്യാഷ് വേറെ ടീമിന് കൊടുക്കാണ്ടാവും. ഈ മറ്റാൾ കേസ് കൊടുത്ത ആള് വേറെ ടീമിന് കൊടുക്കാനുണ്ടാവും, ഇല്ലെങ്കിൽ അവരെ പിടിച്ച് ജയിലിലാക്കും. അപ്പോ ഇതൊന്നും ഈ നടൻ അറിയില്ല. ഈ നടൻ എങ്ങനെ നിരന്തരം ആ ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബാർഗെയിൻ ചെയ്യും ആ അച്ഛന്റെ ആ പ്രശ്നം കൊണ്ട്. അപ്പോ അവരെ ഡോമിനന്റ് പൊസിഷൻ ആരാന്ന് വെച്ചാൽ ആ കേസ് കൊടുത്ത അവന്റെ അച്ഛനെതിരെ കേസ് കൊടുത്ത ആ വ്യക്തിയാണ് അവിടെ ബാർഗെയിനിങ് പവർ ഉള്ളത്. ആ ബാർഗെയിനിങ് പവർ ഉപയോഗിച്ചിട്ട് അവനെ എന്ത് അണ്ടി ഇൻഫ്ലുവൻസ് വേണേലും കാണിക്കാനായിട്ട് പറ്റും. പക്ഷെ പിന്നീട് ലാസ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ടൈമില് ഈ കാര്യം ആരറിയുന്ന വെച്ചാല് നിവിൻ പോളി അറിയും ഇവന് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് എന്നുള്ളത്. ആ അവസ്ഥയിലാവുന്ന സമയത്ത് ഇത് അറിയുമ്പോ ഇവനെങ്ങനെ ടോർച്ചർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അയാളൊരു നിവിൻ പോളി ഡയലോഗ് അടിക്കും, എനിക്കിപ്പോ എന്താണ് അവർ പേടി തോന്നുന്നില്ല സാറേ എന്ന് പറയും. അതിന്റെ അർത്ഥം ആ ഡോമിനന്റ് പൊസിഷൻ അയാളിൽ നിന്നും മാറി ഇയാളിലേക്ക് വരും, നിവിൻ പോളിയിലേക്ക് വരും ബാർഗെയിനിങ് പവർ. കാരണം എന്താന്ന് വെച്ചാൽ ഇനി ഇയാൾക്ക് എന്ത് ചെയ്യാം, ഇയാൾ ക്യാഷ് കൊടുത്താലേ അയാൾക്ക് അതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റുള്ളൂ. സോ ബാർഗെയിനിങ് പവർ ഉണ്ട് എന്നുള്ളതല്ല, ആ വീക്കർ സെക്ഷൻ ആയിട്ടുള്ള, അതാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അണ്ടി ഇൻഫ്ലുവൻസ് ക്യാൻ അറൈസ് ഇഫ് ദർ ഇസ് എ ഇൻഇക്വാലിറ്റി ഓഫ് ബാർഗെയിനിങ് പവർ, ബട്ട് ഓൺലി വെൻ ദ സ്ട്രോങ് പാർട്ടി മീൻസ് അയാൾ ടേക്ക് അൺഫെയർ അഡ്വാൻറ്റേജ് വീക്കർ സിറ്റുവേഷൻ. വീക്കർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ അത് അയാൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോഴാണ് അണ്ടി ഇൻഫ്ലുവൻസ് ആയിട്ട് ആക്ച്വലി മാറുന്നത്. വീക്കർ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അണ്ടി ഇൻഫ്ലുവൻസ് ആവുന്നില്ല. ആ ഡോമിനന്റ് പൊസിഷൻ അത് യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് അത് എന്തായി മാറുക, അണ്ടി ഇൻഫ്ലുവൻസ് ആയിട്ട് മാറുക. അവിടെ തന്നെ ഒരു കേസിൽ സ്റ്റഡീസും വരും. ഞാനൊരു ബാങ്കിലേക്ക് പോവാണ്, ആ ബാങ്ക് എന്നോട് പറയുന്നു എനിക്ക് അത്യാവശ്യമാണ് ലോണ്. ആ ബാങ്ക് എന്നോട് പറയുന്നു നോർമലി 15% ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുക, പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് എന്നുള്ളത് കൊണ്ട് ബാങ്ക് എന്നോട് പറയണ് താങ്കൾക്ക് ഞാൻ 30% ഇൻട്രസ്റ്റ് റേറ്റിലാണ് ബാങ്ക് ലോൺ തരിക എന്ന് പറയുന്നു. ആക്ച്വലി ബാങ്ക് എന്റെ പൊസിഷൻ ഡോമിനന്റ് പൊസിഷനിലാണ് എന്നെക്കാളും എന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ട് പറയാനായിട്ട് സാധിക്കില്ല എന്ന് വെച്ചാൽ എനിക്ക് ആ ഇൻട്രസ്റ്റ് 30% പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ ബാങ്കിൽ പോയിട്ട് എന്തെടുക്കാം, ലോൺ എടുക്കാം. അപ്പൊ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് പറയാ എന്നുള്ളത് ഒരു അണ്ടി ഇൻഫ്ലുവൻസ് അല്ല, അൺഡ്യൂ ഇൻഫ്ലുവൻസ് അല്ല. എന്ത് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യുക, വാങ്ങിക്കുക എന്നുള്ളത്, പറയാ എന്നുള്ളത് ആക്ച്വലി എതിർ കക്ഷി ബാങ്ക് നമ്മുടെ ഡോമിനന്റ് പൊസിഷനിലല്ല. കാരണം നമുക്ക് വേറെ സ്ഥലങ്ങളിലോട്ട് പോവാം എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. എന്നാൽ ഞാനൊരു സിറ്റുവേഷനിലാണ്, എനിക്ക് അത്യാവശ്യമായ ക്യാഷ് വേണം, ഞാൻ ലോൺ എടുക്കാൻ എന്ത് ചെയ്യുന്നില്ല, വിസമ്മതിക്കുന്നില്ല, ഞാൻ ലോൺ എടുക്കാൻ എന്ത് ചെയ്യുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല,
ഞാൻ എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ വിളിച്ചപ്പോ ബാങ്കൊക്കെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവൻക്ക് കട കൊടുക്കണ്ട, അവന് ഇങ്ങോട്ട് തന്നെ വരട്ടെ എന്നുള്ള രീതിയിലൊക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായി മാറും? അത് അണ്ടർ ഇൻഫ്ലുവൻസ് ആയിട്ട് മാറും. അല്ലെങ്കിൽ മറ്റുള്ളവർ പല ബാങ്കിലേക്കും വിളിച്ചു പറയുന്നു അവൻ വരട്ടെ, അവർക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അണ്ടർ ഇൻഫ്ലുവൻസ് ആണ്. അത് അപ്പൊ ആ സിറ്റുവേഷൻ അയാൾ യൂട്ടിലൈസ് ചെയ്യാണ്. എന്നാൽ ഒരു ബാങ്ക് പോയിട്ട് ജസ്റ്റ് അവിടെ പോയി ആ ഒരു ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് അവർ പറഞ്ഞു, എനിക്ക് ഓക്കെ അല്ലെങ്കിൽ അടുത്ത ബാങ്കിൽ പോയിട്ട് എന്ത് ചെയ്യാം, വേറെ ലോൺ വാങ്ങിക്കാം, അവിടെ തന്നെ എന്ത് ചെയ്യേണ്ടതെന്നില്ല, ലോൺ കിട്ടണമെന്നില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് എന്തായിട്ട് പരിഗണിക്കില്ല? അണ്ടർ ഇൻഫ്ലുവൻസ് ആയിട്ട് പരിഗണിക്കില്ല എന്ന് പറയുന്നു. സോ അതിൽ നിന്നും ഏകദേശം ഇത്രയും പാർട്ട് അവിടെ നിന്നും അണ്ടർ ഇൻഫ്ലുവൻസിൽ നിന്നും പോന്നു. അണ്ടർ ഇൻഫ്ലുവൻസിന്റെ ഭാഗം പാർട്ട് ഓൾറെഡി നമ്മൾ ഇതിൽ കവർ ചെയ്ത് കഴിഞ്ഞു. എന്താണ് അണ്ടർ ഇൻഫ്ലുവൻസ്? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിന്റെയും മറ്റതിന്റെയും ഭാഗങ്ങള് എന്ത് ചെയ്തു, ഇതിലൂടെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടിയേണ്ട മറ്റൊരു ടോപ്പിക്കാണ് ഈ ഫ്രോഡ്, അതുപോലെ തന്നെ സൈലൻസ് ഇക്വലന്റ് ടു ഫ്രോഡ്. ആൻഡ് ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരാള് പാർട്ടി നമ്പർ 1 പാർട്ടി നമ്പർ 2വിനെയോ അല്ലെങ്കിൽ പാർട്ടി നമ്പർ 2വിന്റെ ഏജന്റിനെയോ അല്ലെങ്കിൽ പാർട്ടി നമ്പർ 1ന്റെ അറിവോട് കൂടി പാർട്ടി നമ്പർ 1ന്റെ ഏജന്റ് പാർട്ടി നമ്പർ 2വിനെയോ പാർട്ടി നമ്പർ 2വിന്റെ ഏജന്റിനെയോ എന്ത് ചെയ്യണമെങ്കിൽ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറ്റിക്കുകയാണെങ്കിൽ, ഫ്രോഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ചീറ്റിംഗ് എന്നാണ്. ഇത് ഓഫൻസ് ആണ്. ആൻഡ് അത് IPC പ്രൊഹിബിറ്റ് ചെയ്ത കാര്യം കൂടിയാണ്. ആൻഡ് അത് മറ്റൊരാൾക്ക് മുകളിൽ പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അയാൾക്കെതിരെ മീൻസ് ആ ചെയ്ത പ്രവൃത്തി, താഴെ പറയുന്ന പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫ്രോഡായി പരിഗണിക്കാൻ കഴിയും. ഒന്നാമത്തത് ഒരു ട്രിക്കി ആയിട്ടുള്ള ഡെഫിനേഷൻ കൊടുത്ത സജഷൻ ഓഫ് ഫാക്ട് വിച്ച് ഇസ് നോട്ട് ട്രൂ ബൈ വൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇറ്റ് ടു ബി ട്രൂ എന്നൊക്കെയാണ് പറയാം. ഞാനൊരു കാര്യം പറയട്ടെ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്റെ മൈൻഡിലോട്ട് കേട്ടാൽ ഞാൻ എത്ര തവണ പറഞ്ഞു എന്നുള്ളതിന്റെ റിസ്ക് എനിക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം ഇത് കേൾക്കുമ്പോൾ വളരെ കംഫർട്ടബിലിറ്റി തോന്നും. കുറെ കംഫർട്ടബിൾ ആയി ഇപ്പൊ ഞാൻ ഓക്കെ ആയി. പക്ഷെ ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ഫ്രോഡിന്റെ ഡെഫിനേഷൻ എനിക്ക് ആദ്യം പഠിക്കുന്ന സമയത്ത് ഞാൻ വളരെ ഒരു ഇതായിട്ട് പറയില്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷന് വേണ്ടി പറയില്ല, ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയാം. അതിന്റെ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ആ അത്രയും ഡെഫിനേഷനിൽ കൊയേഷൻ കുഴപ്പമില്ല, കണക്ട് ചെയ്യാൻ പറ്റും. അണ്ടർ ഇൻഫ്ലുവൻസും പ്രശ്നമില്ല, കണക്ട് ചെയ്യാൻ പറ്റും. ഫ്രോഡിന്റെ ഡെഫിനേഷനെ സംബന്ധിച്ച് ഒരു കീറാമുട്ടിയായിരുന്നു. അപ്പൊ അതിങ്ങനെ ഞാൻ പറഞ്ഞു അടുത്താണ്. ആൻഡ് അത് പിന്നീട് ഇപ്പൊക്ക് കംഫർട്ടബിൾ ആയി. ഇതേക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നമ്മൾ ആദ്യം ഒരു കാര്യം പഠിക്കുമ്പോൾ ഭയങ്കര ഡിസ്കംഫർട്ട് തോന്നും. ഇപ്പൊ ഇപ്പൊ ഓക്കെയാണ്, ഇത് ഇവിടെ നിന്നൊക്കെ പ്രത്യേകിച്ച് പെയിൻ ഒന്നും എന്റെ മൈൻഡിലേക്ക് വരാനില്ല. സോ ഫ്രോഡ് മീൻസ് വാട്ട്? ഒരാൾ ആക്റ്റീവ് കൺസീൽമെന്റ് ഓഫ് ദ മാറിപ്പോയി എ സജഷൻ ഓഫ് ഫാക്ട് വിച്ച് ഇസ് നോട്ട് ട്രൂ ബൈ വൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇറ്റ് ടു പോയി. ഇതൊരു ട്രിക്കി ഡെഫിനേഷൻ ആണ്. അതായത് ജസ്റ്റ് ഒരാൾക്ക് പച്ചക്കള്ളം പറയാൻ അതിന്റെ അർത്ഥം, ഞാൻ പറയുന്നത് സത്യമല്ല എന്നുള്ളത് അയാൾക്കറിയാം, പക്ഷെ എന്നാലും അയാൾ എന്ത് ചെയ്യുന്നു, ഫാക്ട് ആയിട്ട് അവതരിപ്പിക്കുന്നു. ഫോർ എക്സാമ്പിൾ, എന്റെ കയ്യിൽ എന്തുണ്ട് സാറേ, ഒരു കാറുണ്ട്, അത് ആക്ച്വലി മെയ്ഡ് ഇൻ ചൈനയുടെ കാറുകളാണ്. അയാൾ വന്ന് ചോദിച്ചു ഇതേതിന്റെ കാറാണെന്ന് ചോദിച്ചപ്പോ ഞാൻ പറയാണ് എനിക്കറിയാം ഇത് ചൈനയുടെ എല്ലാ മീൻസ് എനിക്ക് ഒരാൾ വന്ന് പറയണേ എനിക്ക് മെയ്ഡ് ഇൻ ജപ്പാന്റെ കാറ് വേണമെന്ന് പറയണേ, അത് എടുത്തോളൂ എന്ന് പറയണേ, ഇത് മെയ്ഡ് ഇൻ ജപ്പാനാണെന്ന് പറയണേ, എനിക്കറിയാം ഞാൻ പറയുന്ന വസ്തു ശരിയല്ല, പച്ചക്കള്ളമാണ്, എന്നിട്ടും ഞാൻ അയാളോട് പറയുകയാണെങ്കിൽ അതാണ് ഇന്റൻഷണൽ ആണ്, അത് ആക്ച്വലി ഫ്രോഡിന്റെ ഇതിലേക്ക് വരുന്നതാണ്. രണ്ടാമത്തെ കേസ്, ആക്റ്റീവ് കൺസീൽമെന്റ് ഓഫ് ദ ഫാക്ട് ബൈ വൺ ഹാവിംഗ് നോളജ് ഓർ ബിലീഫ് ഓഫ് ഫാക്ട്. കൺസീൽ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക, ഒളിപ്പിച്ചു വെക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇതും സൈലൻസ് ഈസ് ഈക്വൽ ടു സ്പീച്ചും, സോറി മാറിപ്പോയി, സൈലൻസും ഫ്രോഡാണോ എന്നുള്ളത് തമ്മിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, പഠിക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന രണ്ട് സാധനങ്ങളാണ് സൈലൻസും അതുപോലെ തന്നെ ഈ ആക്റ്റീവ് കൺസീൽമെന്റ് ഓഫ് ദ ഫാക്ട് തമ്മിൽ സെയിം ആണോ എന്ന് നമുക്ക് തോന്നും. ആക്റ്റീവ് കൺസീൽമെന്റ് ഒരു കാര്യം മറച്ചു വെക്കലാണ്. സൈലൻസിന് എന്താ പറഞ്ഞിട്ടുള്ളത്? സൈലൻസ് ഫ്രോഡാണോ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഒരു കാര്യം അയാളോട് അങ്ങോട്ട് പറയേണ്ടതില്ല. ഇപ്പൊ എന്റെ പ്രോഡക്റ്റില് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നു, തക്കാളി വിൽക്കുന്നു, അല്ലെങ്കിൽ ആ തക്കാളി ആക്ച്വലി അല്ലെങ്കിൽ എന്താ പറയാ, എനിക്കൊരു കാറുണ്ട്, ആ കാറിന്റെ മുകളിൽ സ്ക്രാച്ച് ഉണ്ട്, ഞാനത് ആ വാങ്ങിക്കാൻ വരുന്ന ബയ്യറോട് ഞാൻ അങ്ങോട്ട് പറയണമെന്നില്ല, സാർ അതിനോട് സ്ക്രാച്ച് ഉണ്ട് കേട്ടോ എന്ന് വിൽക്കുന്ന സമയത്ത് ആ പ്രോഡക്റ്റിന്റെ ഡിഫക്റ്റ് എനിക്ക് പറയണമെന്നില്ല. അവിടെ സൈലൻസ് കീപ്പ് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷെ അത് ഫ്രോഡായിട്ട് എന്ത് ചെയ്യില്ല, പരിഗണിക്കില്ല. എന്നാൽ അത് എപ്പോഴാണ് ഫ്രോഡ് ആകുക എന്ന് വെച്ചാല്, ഞാൻ ആ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്
പെയിന്റ് അടിച്ച് പ്രത്യേക പ്ലാസ്റ്റിക്കിന്റെ രീതിയിലൊക്കെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മറച്ചു വെക്കാൻ വേണ്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നടത്തിയത് ആക്റ്റീവ് കൺസീൽമെന്റ് ആണ്, മറച്ചു വെക്കുകയാണ്, ഒളിപ്പിച്ചു വെക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കാവിയം ടെംപ്റ്റർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടി കൂട്ടിക്കലർത്തിയിട്ടായിരിക്കും നിങ്ങൾക്ക് കേസ് എന്ത് ചെയ്യുക, കേസ് ലോസ് ചോദിക്കുക. കാവിയം ടെംപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള ലെറ്റ് ദ ബയർ ബിവെയർ എന്നാണ്. അത് അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ബയ്യർ പരിശോധിക്കണം, ബയ്യറുടെ ഉത്തരവാദിത്തമാണ്, ബയ്യറുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റ് നല്ലതാണോ ചീത്തതാണോ എന്ന് നോക്കിയിട്ട് അത് വാങ്ങിക്കേണ്ടത് ബയ്യറുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ബയ്യറെ നോക്കുന്ന സമയത്ത് സ്ക്രാച്ച് കണ്ടിട്ടുണ്ട് എങ്കിൽ അയാൾ വേണ്ടെന്ന് പറയും. എനിക്കത് പറയേണ്ട ആവശ്യമില്ല, അത് ബയ്യറുടെ ഉത്തരവാദിത്തമാണ്. സൈലൻസ് കീപ്പ് ചെയ്യാം, അത് ഫ്രോഡല്ല. എന്നാൽ ബയ്യറെ ചെക്ക് ചെയ്തിട്ടും അത് കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ ഞാനത് ഒട്ടിച്ച് മറച്ചു വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്തായിട്ട് പരിഗണിക്കും, ഫ്രോഡായിട്ട് പരിഗണിക്കും. അപ്പൊ ഡോണ്ട് മേക്ക് എ കൺഫ്യൂഷൻ, ഇത് രണ്ടും തമ്മിൽ വെക്കരുത്. ആക്റ്റീവ് കൺസീൽമെന്റ് ഓഫ് ആക്റ്റും മിയർ സൈലൻസും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. മറ്റ് നമ്മൾ അങ്ങോട്ട് പറയണ്ട എന്നാണ് പറഞ്ഞ ഇത് ആ സാധനം ഉള്ളത് മറച്ചു വെക്കലാണ്. ഓക്കെ അല്ലേ? സോ silence regarding the fact likely to affect the party decision is not considered as a fraud. എന്നാൽ നമ്മൾ ചില സ്ഥലത്ത് സൈലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രോഡായി പരിഗണിക്കും. പോയിന്റ് നമ്പർ 1, നമുക്ക് അവിടെ സംസാരിക്കേണ്ട ഒരു ഡ്യൂട്ടി ഉണ്ട് എന്ന് വിചാരിക്കാം. ഒരു എക്സാമ്പിൾ പറയണേ, അതെങ്ങനെ വരാം, യെസ് ഓർ നോ എന്നുള്ള ക്വസ്റ്റ്യൻ വരാം. സർ, ഞാൻ ഈ വാങ്ങുന്ന ഈ പ്രോഡക്റ്റ് നല്ലതാണോ സർ, ഞാൻ ഈ വാങ്ങുന്ന പ്രോഡക്റ്റ് ചീത്തതാണോ സർ എന്ന് പറയുമ്പോൾ അവിടെ സൈലൻസ് കീപ്പ് ചെയ്ത് ആക്ച്വലി ഫ്രോഡായി പരിഗണിക്കും. ബെറ്റർ എക്സാമ്പിൾ നമുക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി പോവുകയാണ്, അവിടെ എനിക്കൊരു ഡ്യൂട്ടി ഉണ്ട്. കാരണം ഇൻഷുറൻസ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇൻഷുറൻസ് എടുക്കാൻ പോകുന്ന സമയത്ത് ആ വ്യക്തിക്ക് എന്തെങ്കിലും ഹെൽത്തിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഹെൽത്തിന്റെ പ്രശ്നങ്ങൾ ഇൻഷുറൻസ് കമ്പനിയോട് പറയണം. പക്ഷെ ഞാൻ അത് പറയുന്നില്ല, ഞാൻ അവിടെ സൈലൻസ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഫ്രോഡാണ്. നിയമപ്രകാരം എനിക്ക് അവിടെ ഡ്യൂട്ടി ഉണ്ട് അത് പറയണം എന്നുള്ളത്, പക്ഷെ പറഞ്ഞിട്ടില്ല എങ്കിൽ അതിനെന്തായി പരിഗണിക്കും, ഫ്രോഡായിട്ട് പരിഗണിക്കുന്നതാണ്. ആൻഡ് അത് മാത്രമല്ല, ഫിഡ്യൂഷ്യർ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിറ്റി കൂടി വരുത്താനുണ്ട്. ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മെറ്റീരിയൽ ആയ ഒരു ഫാക്ട് നിങ്ങൾ പറയേണ്ടത് എന്താണ്. നിങ്ങൾ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പിന്റെ കേസിൽ, ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എവിടൊക്കെ കേസിലാണ് വരിക എന്ന് ഇവിടെ തൊട്ട് താഴെ മുന്നേ പറഞ്ഞിട്ടുണ്ട് നമുക്ക്. ഫാദർ ആൻഡ് സൺ, ഗാർഡിയൻ ആൻഡ് വാട്ട്, സോളിസിറ്റർ ക്ലയന്റ്, ഡോക്ടർ പേഷ്യന്റ്, ഗുരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അവരുടെ കേസുകളിലാണെങ്കിൽ സൈലൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രോഡായി പരിഗണിക്കും. ഇത് മനസ്സിലാവുന്നില്ല സാർ, വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട് എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയണേ, നിങ്ങൾ പറയണേ ഇത് ഫ്രോഡ് ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ പറയണം. ഞാൻ ഒരു കുതിരയെ വാങ്ങിക്കാൻ വേണ്ടി, എന്റെ അടുത്തൊരു കുതിര ഉണ്ട്, നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് ആ കുതിര എടുക്കാൻ വേണ്ടി പോവാ. കുതിരക്ക് ആക്ച്വലി ഭ്രാന്താണ്. ഈ കാര്യം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, നിങ്ങളോട് പറഞ്ഞിട്ടില്ല എങ്കിൽ ടെൽ മീ. നിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ രണ്ടുപേരും അറിയാത്ത ആളുകളാണ്, വെവ്വേറെ. ഞാൻ സെല്ലറാണ്, നിങ്ങൾ ബയ്യറാണ്. ഇത് ഫ്രോഡായി പരിഗണിക്കാൻ കഴിയോ? ഐ ആം ആസ്കിങ് യു. ഇതിലേക്ക് ഭ്രാന്തുണ്ട്. നോർമലി അത് അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരൊറ്റ ചവിട്ട പുറത്തേക്ക് തള്ളി തെറിപ്പിക്കും അത്. ഈ കാര്യം ഞാൻ അങ്ങോട്ട് പറയുന്നില്ല. സോ ഞാൻ അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, ഫ്രോഡാണോ ഫ്രോഡല്ലേ? എക്സ്പ്രസ് യുവർ വ്യൂ പോയിന്റ്. എന്നാലും എനിക്ക് അതിന്റെ മുകളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. അല്ലല്ലോ, എന്തപ്പണ്ടാ ഇപ്പൊ ഇന്ന ക്വസ്റ്റ്യൻ ചെയ്യലായി. ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോ അല്ലല്ലോ. യെസ് ഓർ നോ? നോ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ആൻസർ നോ ആണ്. കാരണം അതിന്റെ ഫാക്ട് നമ്മൾ അപ്പുറത്തേക്ക് പറയേണ്ട ആവശ്യം ഇല്ല. എന്നാൽ ആ ബന്ധം നമ്മൾ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞേ പറ്റൂ, പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഫ്രോഡാണ്. ഇപ്പൊ ഞാൻ അധ്യാപകനാണ്, നിങ്ങളെ എന്റെ സഹപാഠികളാണ്. നോ, ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം, അത് ട്രസ്റ്റിന്റെ മുകളിലുള്ള ബന്ധമായത് കൊണ്ട് തന്നെ അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും അത് ഞാൻ നിങ്ങളോട് പറയാൻ എന്താണ് ബാധ്യസ്ഥനാണ്. പറഞ്ഞിട്ടില്ല എങ്കിൽ അത് ഫ്രോഡാണ്. നിങ്ങൾ എനിക്കറിയില്ല, ഞാൻ നിങ്ങളെയും അറിയില്ല. സോ നിങ്ങൾ പറയാണ് ഞാനത് പറഞ്ഞിട്ടുണ്ടില്ല എങ്കിൽ അത് ആക്ച്വലി എന്തല്ല, ഫ്രോഡല്ല. നിങ്ങൾ ചോദിക്കുന്നു സാർ ഇത് നല്ലതാണോ ചീത്തതാണോ, എനിക്ക് പറയാനുള്ള ഡ്യൂട്ടി ഉണ്ട്,
സോ നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല എങ്കിൽ, ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഫ്രോഡാണ്. അപ്പൊ അൾട്ടിമേറ്റ്ലി ഈ മാഡ്നസ്, ഈ ഇതിന്റെ ലോജിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കുതിരക്ക് ഭ്രാന്ത് ഉണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാന് അതിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ തന്നെ അത് ആക്ച്വലി അത് ഇങ്ങനെ കിടന്ന് ഇതാവാൻ തുടങ്ങും. അത് ചെക്ക് ചെയ്യേണ്ട അവകാശം ഇതുമായി ബന്ധപ്പെട്ട് കാവിയംറ്ററിനെ മുട്ടിക്കാൻ കേട്ടോ. കാവിയംറ്റർ മുട്ടിക്കുന്ന സമയത്ത് അയാളുടെ ഉത്തരവാദിത്തമാണ് ആക്ച്വലി എന്ത് ചെയ്യേണ്ടത്, ഇത് നല്ലതാണോ, അതിന് ഭ്രാന്ത് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കേണ്ടത്. അപ്പോ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രോഡിന്റെ ഭാഗത്ത് വരുമ്പോ കാവിയംറ്റർ എന്ന അപ്ലിക്കേഷൻ കൂടി നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പൊ അതിന് ടോട്ടലി ഫ്രോഡുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒന്ന്, നമ്മളൊരു കാര്യം ആക്റ്റീവ്ലി മറച്ചു വെക്കാൻ ഉദ്ദേശിച്ചാൽ അത് ആക്ച്വലി എന്താണ്, ഫ്രോഡാണ്. ഓക്കെ, നമുക്ക് വിസിബിൾ ആയ കാരണങ്ങൾ കൊണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ അത് മറച്ചു വെച്ചാൽ അതെന്താണ്, നമുക്ക് ഫ്രോഡാണ്. എന്നാൽ സാധനം അവിടെ ഉണ്ട്, അതിനൊരു കേടുണ്ട്, നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ അത് നോക്കേണ്ടത് ബയ്യറായ അല്ലെങ്കിൽ അത് എടുക്കുന്ന ആളുടെ എന്തിന് ഉത്തരവാദിത്തം ആണ്. ആൻഡ് എന്നാൽ ആ ബന്ധം ഫിഡ്യൂഷ്യറി ബന്ധമാണെങ്കിൽ അവിടെ മെറ്റീരിയൽ ഫാക്ട് ആണെങ്കിൽ ഞാനത് പറയേണ്ടത് എന്താണ്, എന്റെ ഉത്തരവാദിത്തം ആണ്. സോ ദ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ക്യാൻ അറൈസ് ഇഫ് ദർ ഈസ് ഓൾറെഡി പറഞ്ഞാണ്, സൈലൻസ് റിഗാർഡിംഗ് ദ ഫാക്ട് likely to affect the party decision not considered as a fraud unless there is a duty to speak, അല്ലെങ്കിൽ സൈലൻസ് amount to fraud. അതായത് സൈലൻസ് ഈക്വൽ ടു സ്പീച്ച് നമ്മൾ പറയാറുള്ളതാണ്. നിങ്ങൾ എന്റെ സ്റ്റുഡൻസ് ആണ്, എന്റെ എത്തിക്സ് എല്ലാം ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളുടെ കടയിലേക്ക് വരുന്നു, എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റുന്നില്ല ഇത് നല്ലതാണോ ചീത്തതാണോ എന്ന്. ഞാൻ ഇൻഡയറക്ട്ലി പറയുന്നു, ഞാൻ ഈ കടയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ നല്ല സാധനങ്ങളെ പുറത്തേക്ക് കൊടുക്കാറുള്ളൂ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ ആറ്റിറ്റ്യൂഡ് ഇട്ടാൽ നിങ്ങളുടെ സമ്മതം എന്താണ്, മൗനമായിട്ട് നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും. ഇനി മിസ്റെപ്രസെന്റേഷൻ ആണ്. ഇത് വേറൊരു കാര്യം കൂടി ഞാൻ പറയാനുണ്ട്. നിങ്ങൾക്ക് ഫ്രോഡ് നടത്തിക്കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ ഡാമേജും കൂടെ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. ഓൾറെഡി അത് വോയിഡബിൾ കോൺട്രാക്ട് ആണ്, ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞത്. ഓൾറെഡി അത് വോയിഡബിൾ കോൺട്രാക്ട് ആണ്. എതിർ കക്ഷിക്ക് വാലിഡേറ്റ് ചെയ്യാം, ഒഴിവാക്കാം. എന്നാൽ എതിർ കക്ഷി അതുവഴി എന്തെങ്കിലും നഷ്ടം വരികയാണെങ്കിൽ ഡാമേജസ് എന്ത് ചെയ്യാം, അതിൽ നിന്നും നമുക്ക് വാങ്ങിച്ചെടുക്കാം. എന്തുകൊണ്ട് മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് ഡാമേജ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്താന്ന് വെച്ചാല്, ഇതൊരു ഒഫൻസ് ആണ്, IPC പ്രൊഹിബിറ്റ് ചെയ്ത കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഇതിൽ നിന്ന് നമുക്ക് വന്ന ഡാമേജ് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാം എന്ന് നമുക്ക് പറയുന്നത്. ഓക്കെ, സോ മിസ്റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരാളെ പറ്റിക്കണം അല്ലെങ്കിൽ വഞ്ചിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത്. ആൻഡ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കോൺട്രാക്ട് എന്താണ്, വോയിഡബിൾ ആണ് അഗ്രീവ്ഡ് പാർട്ടിക്ക്. എന്നാൽ if the party making false statement no it was false it would amount to fraud. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്, ഫ്രോഡും അതുപോലെ തന്നെ മിസ്റെപ്രസെന്റേഷനും. മിസ്റെപ്രസെന്റേഷൻ നമ്മൾ അറിയാതെ ചെയ്യുന്നതാണ്, എന്നാൽ ഫ്രോഡ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്. ഞാൻ ടോട്ടലി എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരു സ്കൂളിൽ എന്റെ സ്കൂൾ വെക്കുകയാണ്, എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് വെച്ചപ്പോ എനിക്കറിയാൻ 600 പക്ഷേ അവിടെ നിന്നും നോർമൽ എത്ര സ്റ്റുഡൻസ് കൊഴിഞ്ഞു പോയിട്ടുണ്ട്, 200 കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതെനിക്കറിയാം, വസ്തുത എനിക്കറിയാം. എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ അതെന്താണ്, അത് ഫ്രോഡാണ്, ഇന്റൻഷണൽ ആണ്. എന്നാൽ എനിക്ക് എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്നുള്ളത് 600 എന്റെ നോളജ് ഉള്ളൂ. പക്ഷെ അവിടെ നിന്ന് എന്തോ അൺസർട്ടനിറ്റി കാരണം കുറച്ച് കുട്ടികൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത് സ്റ്റാഫ് എന്നോട് സംസാരിച്ചിട്ടില്ല. ഞാൻ അവരോട് പറയുന്നു അവിടെ 600 തന്നെയാണ് എന്ന് ഞാൻ പിന്നീട് അവരോട് പറയുന്നു. നൗ ഇത് മിസ്റെപ്രസെന്റേഷൻ ആണ്. അങ്ങനെയെങ്കിൽ പോലും മേക്കിംഗ് വോയിഡബിൾ ആൻഡ് പൊട്ടൻഷ്യലി സെക്ഷൻ മിസ്റെപ്രസെന്റേഷൻ ഇസ് എ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ഫാക്ട് ഹോണസ്റ്റ്ലി. അതായത് അയാളെ പറ്റിക്കണം എന്ന് വിചാരിക്കാതെ ചെയ്യുന്നതാണ്. വൺ പാർട്ടി ഇൻഡ്യൂസ് അതർ പാർട്ടി കോൺട്രാക്റ്റിലോട്ട് എൻ്റർ ചെയ്യാൻ. എന്നാൽ മിസ്റെപ്രസെന്റേഷൻ വോയിഡബിൾ ആണ് അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ അഗ്രീവ്ഡ് പാർട്ടി. ആൻഡ് ഫാൾസ് സ്റ്റേറ്റ്മെന്റുകൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ എമൗണ്ട് ഫ്രോഡ് ആണ് അണ്ടർ സെക്ഷൻ 70 പ്രകാരം. അതും വോയിഡബിൾ ആണ്. പക്ഷെ നിങ്ങൾ ഇതിന് എന്ത് കൊടുക്കേണ്ടി വരും, ഡാമേജ് കിട്ടുവാനുള്ള അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ അല്ലെ? സോ മിസ്റെപ്രസെന്റേഷൻ occur when one party make a false statement of fact believing it to be true
സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മറ്റൊരാളുടെ മുന്നിലോട്ട് വെക്കുന്നതാണ് മിസ്റെപ്രസെന്റേഷൻ. ആൻഡ് എ കോൺട്രാക്ട് ഇൻഡ്യൂസ്ഡ് വോയിഡബിൾ ആണ് അഗ്രീവ്ഡ് പാർട്ടി. അഗ്രീവ്ഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം, ഒന്നല്ലേ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തിട്ട് അയാൾക്കെതിരെ കോമ്പൻസേഷൻ, ലോസ് വന്നതിനെതിരെ കോമ്പൻസേഷൻ കിട്ടാനുള്ള അധികാരമുണ്ട്. മറ്റോടത്ത് ഡാമേജ് എന്നാ പറഞ്ഞിട്ടുള്ളത്, ഇപ്പുറത്ത് കോമ്പൻസേഷൻ എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇത് നോട്ട് ചെയ്യണം, ഈ രണ്ട് സാധനങ്ങളും നോട്ട് ചെയ്ത് വെക്കണം. ഇതിന്റെ കേസിൽ കോമ്പൻസേഷൻ വേണം, ഇതിന്റെ കേസിൽ ഡാമേജ് വേണം. ഇത് ഡാമേജ് വരാനുള്ള പ്രധാനപ്പെട്ട റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഒഫൻസും കൂടിയാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇനി നെക്സ്റ്റ് വന്ന് ഇഫ് ദ കോൺട്രാക്ട് ഈസ് മെയ്ഡ് ഡ്യൂ ടു മിസ്റെപ്രസെന്റേഷൻ ആണെങ്കിൽ അഫക്റ്റഡ് പാർട്ടിക്ക് അത് ക്യാൻസൽ ചെയ്യാം. ഹവർ ഇഫ് ദ പാർട്ടി നോയിങ്ലി ആക്സെപ്റ്റ് ദ സിറ്റുവേഷൻ ആഫ്റ്റർ ലേണിംഗ് ദ ട്രൂത്ത് ദേ ലോസ് ദ റൈറ്റ് ടു ക്യാൻസൽ ദ കോൺട്രാക്ട്. ഇതും കേസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിൽ മിസ്റെപ്രസെന്റേഷന്റെ കേസിൽ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അതായത് ഞാനിപ്പോ ഈ രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ മിസ്റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോഡ് മിസ്റെപ്രസെന്റേഷൻ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. അത് ഇന്റൻഷണൽ ആണ്, മറ്റത് അൺഇന്റൻഷണൽ ആണ്. പറ്റിക്കണം എന്ന് ഉദ്ദേശിച്ചാണ്, പറ്റിക്കണം എന്ന് അറിയാതെയാണ്, ഹോണസ്റ്റ്ലി ആണ്, ഡിസീവ് ചെയ്യണമെന്ന് ഇന്റൻഷൻ ഇല്ല. രണ്ടും വോയിഡബിൾ ആണ്. മറ്റത് ഡാമേജസ് നമുക്ക് കൊടുക്കാം, ഇത് കോമ്പൻസേഷൻ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഇനി പറയാൻ പോകുന്ന കേസ് സ്റ്റഡീസിൽ നമുക്ക് വേറൊരു ആസ്പെക്റ്റും കൂടെ വരാൻ സാധ്യതയുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് റിഫയുടെ കയ്യിലുള്ള കാറ് എന്നോട് അവള് പറഞ്ഞത്, സാറ് ഒരു ഇതിന് മൈലേജ് 1 ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി 80 കിലോമീറ്റർ സഞ്ചരിക്കും എന്ന് പറഞ്ഞിട്ടാണ് അവള് കാർ എനിക്ക് വിറ്റത്. ഓക്കെ അല്ലെ, കാർ എനിക്ക് വിറ്റത്. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഇത് മിസ്റെപ്രസെന്റേഷൻ ആണ്. ഓൾക്കത് അറിവില്ല ഇതിനെ കുറിച്ചിട്ട്, പക്ഷെ അവളുടെ ഒരു ധാരണ ഒരു 80 കിട്ടുമെന്നുള്ളതാണ്. ആൻഡ് അത് മിസ്റെപ്രസെന്റേഷൻ ആണ്. അവൾക്ക് ധാരണ ഉണ്ടായിട്ട് തെറ്റിച്ചാണെങ്കിൽ ഫ്രോഡിലേക്ക് പോകും. എന്നാൽ ഈ കാര്യം ഞാൻ ഓടിക്കുന്ന സമയത്ത് എനിക്ക് കണ്ടെത്തി, ഞാൻ ഒരു 2 മാസം ഓടിച്ചപ്പോൾ ഞാൻ കണ്ടെത്തി എത്ര 80 കിട്ടുന്നില്ല, 60 കിട്ടുന്നത്. രണ്ട് കാര്യമുണ്ട്, എനിക്ക് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാം അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്യാം. എന്നാൽ ഇത് ഞാൻ അറിഞ്ഞിട്ടും അത് എന്ത് ചെയ്തു, ആക്സെപ്റ്റ് ചെയ്തു. 5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ആരുടെ അടുത്തേക്ക് പോകുന്ന, റിഫർ എടുത്ത് പോയിട്ട് പറയണേ ഈ കോൺട്രാക്ട് ഇത്ര മൈലേജ് ഉള്ളൂ, എനിക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് ആ സ്യൂട്ട് അവൾക്കെതിരെ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഞാൻ അത് അറിഞ്ഞിട്ടും സബ്സിക്വന്റ്ലി അതിന്റെ മുകളിൽ എന്ത് ചെയ്തു, ആക്സെപ്റ്റ് ചെയ്തു. വാക്കുകൊണ്ട് ഒരു അക്ഷരം മുണ്ടിയിട്ടില്ലെങ്കിലും പ്രവൃത്തിയോട് കൂടി ഇംപ്ലൈഡ് ആക്സെപ്റ്റൻസ് നടത്തിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പിന്നീട് മിസ്റെപ്രസെന്റേഷൻ കളിച്ച ആൾക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റില്ല, കേസ് കൊടുക്കാനായിട്ട് സാധ്യമല്ല. അപ്പൊ if the contract is made due to misrepresentation, the affected party can cancel ചെയ്യാൻ പറ്റും. എന്നാൽ if the party knowingly accept the situations, അയാൾ അറിഞ്ഞിട്ടും അത് ഓക്കെ ആയിട്ട് ഒന്നല്ലെങ്കിൽ എക്സ്പ്രസ് ആയിട്ടോ പറഞ്ഞോ, അല്ലെങ്കിൽ ത്രൂ ആക്ഷൻ ആയിട്ടോ ഇംപ്ലൈഡ് ആയിട്ടോ ആഫ്റ്റർ ലേണിംഗ് ദ ട്രൂത്ത് മനസ്സിലാക്കിയിട്ടും they lose the right to cancel the contract. പിന്നീട് കോൺട്രാക്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാൻസൽ ചെയ്യുവാനായിട്ട് സാധ്യമല്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഈ ഫ്രോഡിന്റെ മിസ്റെപ്രസെന്റേഷന്റെ ഭാഗത്ത് ശരിക്കും ഫോക്കസ് ശ്രദ്ധിക്കണം. കുറെ ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വന്നിട്ടുണ്ടാവും. ആൻഡ് നമ്മളൊന്ന് മൊത്തത്തിൽ ചുരുക്കുകയാണെങ്കിൽ പോയിന്റ് നമ്പർ 1, ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഇന്റൻഷണൽ ആണ്, മിസ്റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ അൺഇന്റൻഷണൽ ആണ്. ആൻഡ് ഫ്രോഡ് 2 വോയിഡബിൾ ആണ്, എതിർ പാർട്ടിക്ക് അത് ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രോഡിൽ ഡാമേജും കൂടി ഇൻവോൾവഡ് ആണ്, നമുക്ക് കിട്ടും, കാരണം ഒഫൻസ് ആണ്. നെക്സ്റ്റ് കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ മിസ്റെപ്രസെന്റേഷൻ ചെയ്തതാണെന്ന് അറിഞ്ഞിട്ടും ആ ട്രൂത്ത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അയാൾക്കത് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കില്ല. അടുത്തത് 15ാമത്തത് കോൺട്രാക്ട് ഇഫ് ബോത്ത് അണ്ടർ മിസ്റ്റേക്ക്. നമുക്കറിയാം 2 തരം മിസ്റ്റേക്ക് ഉണ്ട്, ഒന്ന് യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ഉണ്ട്, ബൈലാറ്ററൽ മിസ്റ്റേക്ക് ഉണ്ട്. യൂണി എന്ന വാക്കിന്റെ അർത്ഥം ഒന്ന് എന്നാണ്, യൂണിലാറ്ററൽ മിസ്റ്റേക്ക് വാലിഡ് ആണ്. ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീസിന്റെ ഇടയിൽ ഒരു മിസ്റ്റേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് എന്താണ്, വോയിഡ് ആണ്. എക്സാമ്പിൾ പറയാണ്, ഒരു പട്ടിക്കുട്ടിയെ ഞാൻ കണ്ടു, ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്തു, ഞാൻ റെസ്റ്റോറന്റിലേക്ക്, ഞാൻ ഹിബയും കൂടി, ഹിബയുടെ കയ്യിലാണ് പട്ടിക്കുട്ടി ഉള്ളത്. സോ ഞാൻ ഹിബയും കൂടിയിട്ട് റെസ്റ്റോറന്റിൽ ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഹിബ ആ പട്ടിക്കുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു,
ഞാനത് എടുത്തോട്ടെ, ഓക്കെ നീ സാർ എടുത്തോളൂ, എത്ര എത്ര 1 ലക്ഷം തന്നാ മതി എന്ന് പറഞ്ഞു. പക്ഷെ ആ കോൺട്രാക്ട് വെക്കുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് മരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ 2 പേർക്കും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. സോ ആ കോൺട്രാക്ട് ആക്ച്വലി എന്താണ്, വോയിഡ് കോൺട്രാക്ട് ആയിട്ട് നമ്മൾ പരിഗണിക്കും. കോൺട്രാക്ട് ഈസ് എ വോയിഡ് if the both the party are under mistake of fact, that is essential to agreement. If only one party is under mistake, contract ഒരിക്കലും voidable അല്ല, ആൻഡ് കോൺട്രാക്ട് എന്താണ്, വാലിഡ് ആയിട്ട് നിൽക്കും. നെക്സ്റ്റ് വണ് എഗ്രിമെന്റ് ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. എഗ്രിമെന്റ് അത് ലോഫുൾ ഒബ്ജക്റ്റിലും ലോഫുൾ കൺസിഡറേഷനിലും പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങളുടെ കൺസിഡറേഷൻ, നിങ്ങളുടെ ഉദ്ദേശം ഏതെങ്കിലും നിയമം ഫോർബിഡൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നിലവിലുള്ള ഒരു നിയമത്തെ ഇല്ലാതാക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയെ ഇഞ്ചുറി ചെയ്യുക, ഒരു വ്യക്തിയെ ഇഞ്ചുറി ചെയ്യുക, അത് ഹെൽത്ത് ഇഞ്ചുറി ആവാം, അല്ലെങ്കിൽ പ്രോപ്പർട്ടിയെ കേടുപെടുത്തുന്നതാവാം. ആൻഡ് നെക്സ്റ്റ് ഇമ്മോറൽ ആണ്, ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി ആണ് എന്നുള്ളതാണെങ്കിൽ, ഈ ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണട്ടാ, കാരണം ആ ഭാഗത്ത് നിന്ന് നല്ല ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി ആണെങ്കിൽ എന്ത് ചെയ്യാം, അതൊക്കെ എന്താണ്, അൺലോഫുൾ ആയി പരിഗണിക്കും. ഇനി ആ ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസിയിൽ പെട്ടിട്ടുള്ള ഒരു സാധനം അവിടെ പറയുന്നുണ്ട്. ഒരു കേസ് കൊടുത്തിരിക്കുകയാണ്, ഞാൻ റിഫക്കെതിരെ ഒരു കേസ് കൊടുത്തു, ആൻഡ് ആ കേസിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് ജയിക്കണമെന്ന്, എനിക്ക് കംപ്ലീറ്റ് എവിഡൻസ് എനിക്ക് എതിരാണ്, എനിക്ക് ജയിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ റിഫയുടെ ലീഗൽ അഡ്വൈസറെ പോയിട്ട് 10 ലക്ഷം രൂപ തരാമെന്ന് ഞാൻ പറഞ്ഞ് കേസ് കൊടുത്തു, 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് വശീകരിച്ചു. ഞാൻ ജയിച്ചു എങ്കിൽ ആ എഗ്രിമെന്റ്, ഞാനും വക്കീലുമായിട്ട് ഉണ്ടാക്കുന്ന ആ എഗ്രിമെന്റ് പിന്നീട് 10 ലക്ഷം രൂപ ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ റിഫയുടെ വക്കീലിന് എനിക്കിത് കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. ടിഫ്ലിംഗ് നമ്മൾ ആ ടോപ്പിക് നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടെ. എനിക്കെതിരെ കേസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് കേസ് ചെയ്യാൻ പറ്റാത്ത? സ്റ്റിഫ്ലിംഗ് ആണത്. കാരണം അത് നിലവിലുള്ള ഒരു പ്രോസസ്സിനെ, ലീഗൽ പ്രോസസ്സിനെ ഇല്ലാതാക്കുന്നതാണ്. ഇതേ സെയിം സാധനം വീണ്ടും ഇത് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. രണ്ടിടത്താണ് ഇത് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിലവിലുള്ള ഒരു പ്രോസിക്യൂഷന്റെ ഭാഗത്ത്, അല്ലെങ്കിൽ നിലവിലുള്ള ഒരു കോടതി നടപടിക്രമത്തിനെ ഡിഫീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാവുന്നതാണ്. അതാണ് ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി. എന്നാൽ എഗ്രിമെന്റ് ആൻഡ് റീസ്റ്റെയിൻ ലീഗൽ പ്രൊസീഡിങ്സ് ഉണ്ട്. അവിടെ പറയുന്നത് എങ്ങനെയാ വെച്ചാല്, ഈ രണ്ട് വ്യക്തികൾ കോൺട്രാക്ട് ഉണ്ടാക്കുമ്പോൾ ഒരു വ്യക്തിയുടെ കോടതിയെ സമീപിക്കുവാനുള്ള ആ ഒരു അവകാശത്തെ ഇല്ലാതാക്കുന്ന ടേംസ് ഒക്കെയാണ്. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇതിൽ നിനക്ക് കോടതിയെ സമീപിക്കാൻ കഴിയില്ല എന്ന് പറയും. പക്ഷെ ഈ കേസ് അങ്ങനെയല്ല. ഈ കേസ് എന്ന് പറയുന്നത് അവിടെയുള്ള നിലവിലുള്ള കോടതിയിൽ നടക്കുന്ന പ്രൊസീജിയറിനെ ഡിഫീറ്റ് ചെയ്യുക, ഇല്ലാതാക്കുക, അതിന്റെ പവർ കുറക്കുക. എനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, വഴികൾ നോക്കുക. ഇങ്ങനെ ചെയ്ത ആ ലീഗൽ സിസ്റ്റം തന്നെ മാറും. അത് ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസിക്ക് എന്താണ്, എതിരാണ്. അപ്പൊ ആൻ എഗ്രിമെന്റ് ടു പ്രിവെന്റ് ദ ലീഗൽ പ്രൊസീഡിംഗ് ഫോർ റണ്ണിംഗ് ദർ നോർമൽ കോഴ്സ് വോയിഡ് ആണ്, ആസ് ഇറ്റ് അബ്യൂസ് ദ ജസ്റ്റിസ് and agree to compromise the public offense are generally illegal ആണ്, ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസിയും കൂടിയാണ്. ഓക്കെ അല്ലെ? അന്ത സെയിം സാധനം തന്നെയാണ് നേരത്തെ വന്നത്. എ കോൺട്രാക്ട് ഇസ് വോയിഡ്, കൺസിഡറേഷൻ അഗെയിൻസ്റ്റ് പബ്ലിക് പോളിസി, കോൺട്രാക്ട് ഇൻവോൾവിംഗ് ട്രാഫിക്കിംഗ് ഇൻ പബ്ലിക് ഓഫീസ്, influencing the public servant to retire in exchange of money, violate the public policy are this void. അവിടുത്തെ സെയിം കേസ് തന്നെ അതുമായി ബന്ധപ്പെട്ട് അവിടെ വേറൊരു കേസ് പറയുന്നുണ്ട്. ഈ നമ്മുടെ ഈ പബ്ലിക് സർവീസിലൊക്കെ ജോലി വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ചില രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ അതിൽ ഇൻവോൾവ് ആവാറുണ്ട്. ഞാൻ എന്ത് ചെയ്യാം, താങ്കൾക്ക് PSCയിലെ എക്സാം എഴുതാതെ തന്നെ 10 ലക്ഷം രൂപ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഗവൺമെന്റിന്റെ പിൻവാതിൽ നിയമനം വഴി നിങ്ങൾക്ക് ഞാൻ എന്ത് തരാം, ജോലി തരാം എന്ന് പറയുകയാണെങ്കിൽ അത് പബ്ലിക് പോളിസിക്ക് എതിരാണ്. അതുപോലെ വേറൊരാളുടെ എഗ്രിമെന്റ് വെക്കുക, നിങ്ങള് നേരത്തെ റിട്ടയർഡ് ആയി കഴിഞ്ഞ് എനിക്ക് ആ ജോലി കിട്ടും, അപ്പൊ ഞാൻ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ എക്സ്ട്രാ തരാം, നിങ്ങളത് തുടങ്ങി വേറെ എന്തെങ്കിലും ബിസിനസ് ഒക്കെ തുടങ്ങിക്കോ, എന്നിട്ട് ആ പൊസിഷൻ നിങ്ങൾ എനിക്ക് തരണം എന്ന് പറയുന്നതും ആക്ച്വലി എന്താണ്, നമ്മുടെ ലീഗൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ആ നടക്കുന്ന നടപടിക്രമങ്ങൾക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെ അതിനെന്തായി പരിഗണിക്കും, പബ്ലിക് പോളിസി എതിരായിട്ട് പരിഗണിക്കും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ആ പബ്ലിക് പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയാസ് ഇമ്പോർട്ടന്റ് ആണ്. അവിടുന്ന് ക്വസ്റ്റ്യൻസ് കയറി വരുന്നുണ്ട്.
An agreement is a void if the object or consideration is a illegal അല്ലെങ്കിൽ opposite to public policy. അറിയാലോ, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരു ബിസിനസ് ഉണ്ട്. പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്താവുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ വ്യഭിചാരം നടത്തുന്ന ഒരു ബിസിനസ്സുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അത് ആക്ച്വലി എന്താണ്, ഇമ്മോറൽ ആണ് ആൻഡ് ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി ആണ് എങ്കിൽ അത് ആക്ച്വലി എന്തായി പരിഗണിക്കും, അസാധുവാണ് കോൺട്രാക്ട്. ഈ അസാധുവാണ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാല് ഞാൻ പൈസ കൊടുത്തിട്ട് എനിക്ക് പിന്നെ ആ പൈസ തിരിച്ചു കിട്ടിയിട്ടില്ല എങ്കിൽ എനിക്ക് കോടതിയെ സമീപിക്കാൻ കഴിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. An agreement is a void if its object or consideration is illegal അല്ലെങ്കിൽ opposite to a public policy. ഇനി if any part of the consideration for contract is unlawful, entire agreement is a void unless illegal part can be severed. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ്, severed. ഇറ്റ് മീൻസ് ഒരു 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 ഇതേ ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ചോദിച്ച ക്വസ്റ്റ്യൻ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു 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 കോൺട്രാക്റ്റിന് രണ്ട് പാർട്ട് ഉണ്ട്, ഒന്ന് ലീഗൽ പാർട്ട്, ഇല്ലീഗൽ പാർട്ട്. അതിന്റെ ലീഗൽ പാർട്ട് ഏതാണ്, ഇല്ലീഗൽ പാർട്ട് ഏതാണ് എന്ന് നമുക്ക് തരംതിരിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ആ കോൺട്രാക്ട് ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസിയാണ്. അതെന്തായിട്ട് പരിഗണിക്കും, അത് വോയിഡ് ആയിട്ട് പരിഗണിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ കൊട്ടേഷൻ നടത്തുന്നു, ഞാനൊരു പെയിന്റ് പണിക്കാരനാണ്, ഞാൻ ഷെയ്ഡായിട്ട് കൊട്ടേഷൻ നടത്തുന്നുണ്ട്. എന്റെ പെയിന്റ് പണിക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആൻഡ് നൗ എന്നിട്ട് പറയുകയാണ് ഞാൻ എനിക്ക് ഒരാളെ കൊന്നിറങ്ങാം, ടോട്ടൽ ഇത്രയും പൈസ ഉണ്ടെന്ന് പറയുമ്പോ ഈ കൺസിഡറേഷൻസ് എനിക്ക് രണ്ടാക്കി തിരിക്കാൻ പറ്റില്ല. പെയിന്റ് പണിക്ക് എത്രയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, കൊട്ടേഷൻ എത്രയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് എന്താണ്, നമുക്ക് സെവർ ചെയ്യാൻ പറ്റില്ല, അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അത് ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസിയാണ്. ലീഗൽ ഉണ്ട്, ഇല്ലീഗൽ ഉണ്ട്, അതിന്റെ ഒരു പാർട്ട് ലീഗൽ ഇല്ലീഗൽ പാർട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസിയാണ്, അത് വോയിഡ് ആണ്. എന്നാൽ ഫോർ എക്സാമ്പിൾ പറയണേ, നിങ്ങൾ എനിക്ക് കഞ്ചാവും ഇറക്കുമതി ചെയ്യാന്ന് പറഞ്ഞു, വെറ്റിലയും എനിക്ക് ഒരു 10 ടൺ ഇറക്കുമതി ചെയ്യാന്ന് പറഞ്ഞു. 10 ടൺ വെറ്റിലയും 10 ടൺ കഞ്ചാവും. 10 ടൺ വെറ്റിലയുടെ പൈസ എത്രയെന്ന് വെച്ചാൽ 10 കോടി, ഇതും 10 കോടി. ഇത് സെപ്പറേറ്റബിൾ ആണ്. ലീഗൽ ഏതാ ഇല്ലീഗൽ ഏതാ നമുക്ക് സെപ്പറേറ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ലീഗൽ പാർട്ടോടെ വാലിഡ് ആയിട്ട് നിൽക്കും, ഇല്ലീഗൽ പാർട്ട് എന്തായിട്ട് മാറും, വോയിഡ് ആയിട്ട് മാറും. അതേ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇല്ലീഗൽ അൺലോഫുൾ അഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് ഒരു കൺസെപ്റ്റ് കൂടെ നമ്മൾ മൈൻഡിൽ അറിഞ്ഞിരിക്കണം. ആൻഡ് ദ കൊളാട്രൽ ട്രാൻസാക്ഷൻ. ഇത് ട്രാൻസാക്ഷന്റെ ഉള്ളിൽ നടക്കുന്നതാണ്. കൊളാട്രൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ട്രാൻസാക്ഷനെ വിളിക്കുന്ന പേരാണ് കൊളാട്രൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയണേ, ഞാൻ കഞ്ചാവ് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണേ, ഞാനൊരു ഒരു കുറച്ച് പൈസ എടുത്തിട്ട് ഞാൻ ഹിബയെ ഏൽപ്പിക്കുകയാണ്. ഹിബ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യണേ, ഹിബ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് എവിടെ പോയിട്ട് UP-യിൽ പോയിട്ട് കുറച്ച് കഞ്ചാവ് വാങ്ങിക്കാനുള്ള അഗ്രിമെന്റിൽ ഏർപ്പെടുകയാണ് വേറൊരു ടീമുമായിട്ട്, റിഫയുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അപ്പൊ ഹിബയും റിഫയും തമ്മിലുള്ള ആ കോൺട്രാക്ടിന്റെ ഉദ്ദേശം കറക്റ്റ് അല്ല, ഇല്ലീഗലാണ്, ഓപ്പോസിറ്റ്. അവിടെ കാരണം എന്താ, അത് ഇറ്റ് ഈസ് എ ഫോർബിഡൻ ബൈ ലോ. അതായത് ലോഫുൾ ഒബ്ജക്റ്റും കൺസിഡറേഷനും എന്തല്ല, ലോഫുൾ അല്ല. ഇനി അതിനെ സഹായിക്കാൻ വേണ്ടി ഈ പർപ്പസ് ഇന്നതാണെന്ന് ഞാൻ അറിഞ്ഞിട്ടും ഞാൻ ലോൺ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ കൊളാട്രൽ ട്രാൻസാക്ഷൻ ആണ്, ആ മെയിൻ ട്രാൻസാക്ഷനെ ഹെൽപ്പ് ചെയ്യാനുള്ള കൊളാട്രൽ ട്രാൻസാക്ഷൻ ആണ് ഞാനുമായിട്ടുള്ള ട്രാൻസാക്ഷൻ എങ്കിൽ ആ ട്രാൻസാക്ഷനും ആക്ച്വലി എന്തായിട്ട് പരിഗണിക്കപ്പെടും, ഇല്ലീഗൽ ആയിട്ട് പരിഗണിക്കപ്പെടും. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, ഒറിജിനൽ കോൺട്രാക്ടിന്റെ രണ്ട് പാർട്ടുണ്ട്, ഒരു പാർട്ട് എന്താ ലീഗൽ, മറ്റൊരു പാർട്ട് ഇല്ലീഗൽ. അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എങ്കിൽ ലീഗൽ പാർട്ട് വാലിഡ്, ഇല്ലീഗൽ പാർട്ട് വോയിഡ്. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ രണ്ടും എന്താണ്, അത് വോയിഡ് ആയിട്ട് ആ കോൺട്രാക്ട് മൊത്തം വോയിഡ് ആണ്. എന്നാൽ ഒരു ഇല്ലീഗൽ ട്രാൻസാക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ലീഗൽ ട്രാൻസാക്ഷൻ കൊളാട്രൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതെന്തായിട്ട് പരിഗണിക്കുന്നതാണ്, ഇല്ലീഗൽ ആണ്, അൺഎൻഫോഴ്സിബിൾ ആണ്, കോടതിയെ സമീപിക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി നിങ്ങൾ നോക്കി മക്കളെ, ആ ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസിയിൽ നിന്ന് എത്ര കോൺസെപ്റ്റ് നമുക്ക് കയറിയെന്നറിയോ, ലോഫുൾ ഒബ്ജക്റ്റിൽ നിന്ന്. അതിൽ നിന്നും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ കയറി. ഇതാ ഞാൻ നിങ്ങളോട് ഫസ്റ്റ് പറഞ്ഞത്, ഇത് നിങ്ങൾ മൊത്തം ബൈ ഹാർട്ട് ചെയ്യൂ. നമുക്ക് എന്നിട്ട് സമയമുള്ളുമ്പോ ബാക്കിയുള്ളതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് മൊത്തം നിങ്ങൾ ബൈ ഹാർട്ട് എഴുതുമ്പോ നിങ്ങൾ ആ പേജ് മറിച്ചു നോക്കുമ്പോ തന്നെ കാണാം, അതില്
ഏകദേശം മുക്ക കുറെ ഭാഗങ്ങൾ നമ്മുടെ കയ്യിലായിട്ടുണ്ടാവുന്നേ. ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എങ്ങനെ കേസിന്റെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പോയിന്റുകൾ ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തൂടെ? ഏത് പോയിന്റ് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റാത്തതുള്ളൂ എന്ന് വെച്ചാല് ചോദിക്കും. ഫോർ എക്സാമ്പിൾ, വാട്ട് ആർ ദ എസെൻഷ്യൽ എലമെന്റ് ഓഫ് കോൺട്രാക്ട്? അത് ആ പോയിന്റുകൾ എന്നെ പഠിച്ചു വെക്കേണ്ടി വരും, എസെൻഷ്യൽ എലമെന്റ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് തള്ളാം, പ്രശ്നങ്ങളില്ല. എന്തുകൊണ്ടാ? ഇവിടെ ഇത്രയും കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ ടെക്നിക്കൽ ടേമിൽ തന്നെ നിങ്ങൾക്ക് എഴുതിക്കൂടെ? ടെക്നിക്കൽ ടേമിൽ എഴുതിക്കൂടെ? ഇതിൽ കുറെ കാര്യങ്ങൾ, കാരണം ഇത്രയും സാധനങ്ങളുണ്ട്. ടെക്നിക്കൽ വേർഡാണ് അവർ പിക്ക് ചെയ്യുക, ഇതേപോലത്തെ ടെക്നിക്കൽ വേർഡ്സ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ, കൺസിഡറേഷൻ മസ്റ്റ് ബി എന്തായിരിക്കണം? ലീഗൽ ആയിരിക്കണം, ഇല്ലീഗൽ ആവാൻ പാടില്ല. നമുക്ക് തന്നെ ഉണ്ടാക്കാലോ കുറച്ച് ഇതിൽ നിന്ന് വേർഡ്. എഗ്രിമെന്റ് ഓപ്പോസിറ്റ് ലീഗൽ ആവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ വേർഡുകൾ ടെക്നിക്കൽ വേർഡ് എഴുതിക്കൂടെ? വെറുതെ നമ്മൾ ഇല്ലാത്ത എഴുതണ്ടല്ലോ. ലൈക്ക് ദാറ്റ്. നോക്കുക അടുത്തത്, എഗ്രിമെന്റ് റീസ്റ്റേഡ് ഓഫ് ട്രേഡുമായി ബന്ധപ്പെട്ട് കുറെ ക്വസ്റ്റ്യൻസ് അതിൽ കാണാൻ പറ്റും. എഗ്രിമെന്റും റീസ്റ്റേണുമായി ട്രേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞും തിരിഞ്ഞിട്ടൊക്കെയാണ് ചോദ്യം വരിക. അപ്പൊ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ബിസിനസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന എഗ്രിമെന്റുകൾ അസാധുവാണ്. അത് എന്തിന്റെ പേരിലായാലും ശരി, ഇത് കോമ്പറ്റീഷൻ പാർട്ടിന്റെ പേരിലായാലും ശരി. എന്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ, ഷിയാന ബിസിനസ് ചെയ്യുന്നുണ്ട്, ഷിയാന വളരുന്നത് എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ അവൾക്ക് പണത്തിനോട് ആർത്തി ഉണ്ടെന്ന് കഴിഞ്ഞ് എനിക്ക് പണം ഇഷ്ടം പോലെ ഉണ്ട്, ഇത് കേട്ട് ഞാൻ അവിടെ പോയിട്ട് പറയണേ 20 കോടി തരാം, ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം, ഇവിടെ ബിസിനസ് ചെയ്യാൻ ഒരു കാലത്തും പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് അസാധുവാണ്. ലോജിക്ക് എന്താന്ന് വെച്ചാൽ, അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ബിസിനസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി അസാധുവാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് അത് ബിസിനസിന്റെ കാര്യമാണ്. ഓക്കെ, പ്രൊഫഷൻ 2 ടേംസ് അവിടെ കൊടുത്തിട്ടുണ്ട്, ബിസിനസ് ഓർ പ്രൊഫഷൻ. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ കച്ചവടമാണ്, ട്രേഡിങ്ങും മറ്റു കാര്യങ്ങളുമാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ ബിസിനസ്സുമായിട്ട് ഒരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് പറയുമ്പോ, നിങ്ങൾ എന്റെ കമ്പനിയിലേക്ക് ജോലിക്ക് ഏർപ്പെടാൻ വേണ്ടി വരുന്ന സമയത്ത് ഞാൻ പറയണേ, നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് പോയിട്ട് ഇതേ ബിസിനസ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ന്യായമാണ്. അത് ന്യായമാണ്, ആ എഗ്രിമെന്റ് വാലിഡ് ആണ്. എന്നാൽ നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, തൊട്ടപ്പുറത്ത് ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് വോയിഡാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ 4 പോയിന്റ് പറയുന്നു. ഒന്നാമത്തെ പോയിന്റ്, എഗ്രിമെന്റും രജിസ്ട്രേഷനോ ട്രേഡിന്റെ കേസിൽ എന്തിന്റെ അടിസ്ഥാനത്തിലായാലും, എന്ത് റീസണിന്റെ അടിസ്ഥാനത്തിലായാലും, കോമ്പറ്റീഷൻ ആയാലും, പ്രത്യേകിച്ച് കോമ്പറ്റീഷന്റെ ബേസിൽ നിങ്ങൾക്ക് മറ്റൊരാളെ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. പ്രൊഫഷന്റെ കേസിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അയാൾ ആ സ്ഥലത്ത് അതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ റീസണബിൾ ആണ്. ആൻഡ് നിങ്ങള് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് അൺറീസണബിൾ ആണ്, പറ്റൂല, അത് വോയിഡാണ്. ഈ റെസ്ട്രിക്ഷൻ വെക്കുമ്പോ തന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ റെസ്ട്രിക്ഷൻ റീസണബിൾ ആണോ എന്നുള്ളതാണ്. എന്നോടൊരാൾ 1 വർഷം 2 വർഷം മാക്സിമം റീസണബിലിറ്റി എടുക്കാം. എന്നാൽ 2 വർഷത്തിന്റെ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ അത് അൺറീസണബിൾ ആണ്. ഞാൻ നിങ്ങളുടെ ഗുഡ്വില്ല് പർച്ചേസ് ചെയ്യുന്നു. നിങ്ങൾ ഗുഡ്വില്ല് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങിക്കുന്നു. സോ ഞാൻ നിങ്ങളോട് പറയാണ്, ജന്മകാലത്ത് ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അൺറീസണബിൾ ആണ്, വോയിഡാണ്. 2 വർഷത്തേക്ക് ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് റീസണബിൾ ആണ്. ഇന്ത്യയിലാണ് മാർക്കറ്റ് ഉള്ളത്. നിങ്ങൾ അമേരിക്ക ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് അൺറീസണബിൾ ആണ്. ഇന്ത്യയിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് റീസണബിൾ ആണ്. സോ any agreement restraint or trade void ആണ് unless it is fall under recognized exemptions. അതിൽ കുറെ എക്സംഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ എക്സംഷൻസ് വെച്ചാൽ വാലിഡ് ആണ്. ബാക്കിയുള്ള കേസുകളിലൊക്കെ അത് വോയിഡ് ആണ്. എഗ്രിമെന്റ് റീസ്ട്രെയിനിങ് ട്രേഡ് വാലിഡ് ആണ് ഇഫ് ആർ ട്രൈ ടു സെയിൽ എ ഗുഡ് വില്ലിന്റെ കേസില് പ്രൊവൈഡഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം കണ്ടീഷൻ എന്താണ്? അതായത് ഇതും കൂടെ വേണം, റെസ്ട്രിക്ഷൻ റീസണബിൾ ആയിരിക്കണം, ടൈമിന്റെ കാര്യത്തിലും പ്ലേസിന്റെ കാര്യത്തിലും. 2 ഇയർ റീസണബിൾ നമുക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യുമ്പോൾ 2 ഇയർ ആണ് എല്ലാത്തിലും കൊടുത്തുള്ളത്. 2 ഇയറിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അൺറീസണബിൾ എന്നാ പറയുന്നത്. പ്ലേസിന്റെ കാര്യത്തില് കിലോമീറ്റർ, ഇത്ര കിലോമീറ്റർ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഡൽഹിയിൽ ചെയ്യാൻ പാടില്ല. അപ്പൊ അത് മാർക്കറ്റ് ബേസിസിൽ ആ ബിസിനസ് എവിടെയൊക്കെ നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാ. പാസ് യൂണിറ്റ് കേരളത്തിൽ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പാസ് യൂണിറ്റ് ചെയ്യുന്ന റീസണബിളാ.
തമിഴ്നാട് എന്ന് പറയുമ്പോൾ അൺറീസണബിളാ. എവറി അഗ്രിമെന്റ് ബൈ വിച്ച് എനി വൺ ഈസ് റീസ്ട്രെയിൻഡ് ഫ്രം എക്സസൈസ് ലോഫുൾ പ്രൊഫഷണൽ ട്രേഡും ഒക്കെ എന്താണ് എക്സ്റ്റെൻഡ് വോയിഡ് ആണ്. എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ റീസ്ട്രെയിൻ ഡ്യൂറിംഗ് ദ എംപ്ലോയ്മെന്റ് മേ എൻഫോഴ്സിബിൾ ആണ്, വാലിഡ് ആണ്. പോസ്റ്റ് എംപ്ലോയ്മെന്റ് റെസ്ട്രിക്ഷൻ എന്താണ് യൂഷ്വലി വോയിഡ് ആണ്. പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് വോയിഡ് ആണ്. അഗ്രിമെന്റ് റീസ്ട്രെയിനിങ് ദ ട്രേഡ് ഓർ പ്രൊഫഷൻ ജനറലി വോയിഡ് ആണ്. However, restraint during the tenure of employment സെയിം കോൺസെപ്റ്റ് ആണ്. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഹെൽഡ് ഇഫ് ദി പ്രൊട്ടക്ട് ദ എംപ്ലോയി ലെജിറ്റിമേറ്റ് ബിസിനസ് ഇൻട്രസ്റ്റ് റീസണബിൾ. രണ്ട് ലോജിക്ക് സെയിം ആണ്. ഇത് സ്റ്റാൻഡേർഡ് ആണ്, ഇത് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് കുറഞ്ഞതാണ്. രണ്ടും ഓക്കെയാണ്. ഇതെന്ന് പറയുമ്പോൾ അയാളുടെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ വേർഡ് കൂടുതലാണ്. ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നിയമപരമായ ഇൻട്രസ്റ്റ്. എന്റെ ബിസിനസ്സിൽ നിൽക്കുമ്പോൾ ലെജിറ്റിമേറ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് ആണത്. എന്റെ ബിസിനസ്സിനെ ബാധിക്കുന്ന കേസുകളാണ്. സോ ദിസ് ഇസ് കോൾഡ് വാട്ട് അഗ്രിമെന്റ് റീസ്ട്രെയിൻ ഓഫ് ട്രേഡ്. അപ്പൊ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോക്കസ് ചെയ്യുന്ന ആ ഭാഗത്ത് നിന്ന് കിട്ടി അഗ്രിമെന്റ് റീസ്ട്രെയിൻ ഓഫ് ട്രേഡിൽ ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ അഗ്രിമെന്റ് ദാറ്റ് റെസ്ട്രിക്ട് ദ ലീഗൽ പ്രൊസീഡിംഗ് ആക്സസ് ടു ലീഗൽ റെമഡി ഇസ് എ വോയിഡ്. അത് നേരത്തെ പറഞ്ഞു. ഏതൊക്കെ തമ്മില് അഗ്രിമെന്റിങ് റീസ്ട്രെയിൻ ഓഫ് പബ്ലിക് പോളിസിയിലുള്ള നിയമത്തിന്റെ കാര്യവും അഗ്രിമെന്റ് റീസ്ട്രെയിൻ ഓഫ് ട്രേഡും തമ്മിലുള്ള കാര്യം പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ആക്ച്വലി എന്താണ് അസാധുവാണ്. ഏത് ഒന്ന് പബ്ലിക് പോളിസിക്ക് എതിരാണ്, അത് നിലവിലുള്ള കോഴ്സിനെ ഡിഫീറ്റ് ചെയ്യുന്ന പൊസിഷൻസ് ആണ്. അത് മറ്റൊന്ന് എന്താണ്, മറ്റൊന്ന് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ കഴിയില്ല എന്നാണ്. പക്ഷെ എനിക്ക് ഇവിടെ ഇത് എനിക്ക് അറിയാതെ ഡിലീറ്റ് ആയി പോയിട്ടുള്ള ഒരു കാര്യമുണ്ട്. വേജറി എഗ്രിമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. വേജറി എഗ്രിമെന്റ് ആയിട്ട് എനിക്ക് ഇന്നലെ ചോദിച്ചിരുന്നു. വേജറി എഗ്രിമെന്റിന്റെ അപ്ലിക്കബിലിറ്റി. വേജറി എഗ്രിമെന്റ് എന്ന് പറഞ്ഞ ബെറ്റിലാണ്. ബെറ്റ് എഗ്രിമെന്റ് അസാധുവാണ്. ബെറ്റ് എഗ്രിമെന്റിന്റെ പ്രത്യേകത രണ്ടാൾക്കും ചാൻസ് ഉണ്ടാവും, ഈക്വൽ ചാൻസ് വിൻ ഓർ ലോസ് ആയിരിക്കും. ആൻഡ് വേജർ എഗ്രിമെന്റ് ഏത് രീതിയിലുള്ള ബെറ്റ് ആണെങ്കിലും ശരി അതെന്താണ് അസാധുവാണ്. എന്നാൽ അവിടെ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്, അത് നോക്കണം. അത് എന്താണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ദീസ് ആർ ദ മെയിൻ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ഏത് സാറേ അതർ എസെൻഷ്യൽ എലമെന്റ് ഓഫ് ദ കോൺട്രാക്ട്. ഓക്കെ, എവരി വൺ ഓക്കെ അല്ലേ? ആ ഏതാണ് സത്യത്തിൽ നോക്കേണ്ടത്? നിങ്ങൾ ആൻസറും ക്വസ്റ്റ്യനും വിട്ടുകണില്ല. അതെ, അത് ക്വസ്റ്റ്യൻസ് എന്തിനാ മോളെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയോ? അത് ഞാൻ കൊടുത്തിട്ടുള്ളത് എന്താ വെച്ചാൽ ഇത് പഠിക്കുക, ഇത് അതിന്റെ പ്രൊവിഷനാണ്. അതിനും ചിലപ്പോൾ ആൻസർ ഡിഫറെന്റ് ആയിരിക്കും, പ്രശ്നങ്ങളില്ല. ഞാൻ ഇത് ചെയ്ത് നിങ്ങൾ ഇത് വെച്ച് അതിന്റെ പ്രൊവിഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഇത് പറഞ്ഞ് ഇത് കൊടുത്താൽ മതി. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻസ് ഒന്ന് ആ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഞാൻ. അപ്പൊ ആ ക്വസ്റ്റ്യൻസിന് ഏത് രീതിയിലാണ് ചോദിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായി. അതിന്റെ പ്രൊവിഷന്റെ ഭാഗത്ത് ഏത് രീതിയിലാണ് ചോദിക്കുക എന്നുള്ളത് ഇതാ ഈ സാധനം ഞാൻ തന്നു. ഇനി നിങ്ങൾക്ക് അതിന്റെ സൊല്യൂഷൻ കാണണം. സൊല്യൂഷൻ അല്ല, കേസ് എന്താന്നുള്ളത് അറിയണ്ടേ? കാരണം കേസ് എഴുതേണ്ടത് നിങ്ങളുടെ ഈ രണ്ട് ഭാഗത്ത് നിങ്ങളുടെ സ്കില്ല് വരും. ഇത് അധ്യാപകർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന് ഇൻ ദിസ് കേസ് എന്ന് പറഞ്ഞ കേസിന്റെ എക്സ്പ്ലനേഷനും കൺക്ലൂഷനും. പ്രൊവിഷൻ നമുക്ക് ഓൾറെഡി സെറ്റ് ആണ്, പ്രീ സെറ്റ് ചെയ്ത സാധനമാണ്. അടുത്ത് തന്നാൽ മതി. അതാപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുക. ഇത് രണ്ടും നിങ്ങൾ എന്തിലൂടെ എക്സ്പീരിയൻസിലൂടെ എടുക്കേണ്ടതാണ്. അത് നിങ്ങൾ എഴുതി പഠിക്കുന്ന വേണം. എനിക്ക് തോന്നുന്നത് ഞാൻ ഇതാക്കിയല്ല ഹിബ എഴുതിയിട്ട് എനിക്ക് അയച്ചു തന്നിരുന്ന ഒരു സാധനം സാർ ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ നിങ്ങൾ എഴുതുക, ആൻസർ നോക്കണ്ട. എന്നിട്ട് ആ കേസിന് എങ്ങനെ കൊടുത്തിരിക്കുന്നത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ വരും രണ്ടും തമ്മിൽ പോരെ, സ്റ്റാൻഡേർഡ് ഇല്ലേ, സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്നുള്ളത്. അപ്പോ നിങ്ങൾ ഇനിയിപ്പോ ഈ പ്രൊവിഷൻ അടിപൊളിയാണെങ്കിൽ, കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് പ്രൊവിഷൻ അടിപൊളിയാണെങ്കിൽ എക്സാമിനർക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഈ കുട്ടിക്ക് ഈ സാധനം കത്തിയിട്ടുണ്ട് കേട്ടോ, ഇത് എവിടെ നിന്നാണെന്നുള്ളത്. ഇനി നിങ്ങളുടെ ഭാഷയാണ്, ഇംഗ്ലീഷിന്റെ ഭാഷയാണ്. അവിടെയാണ് കുട്ടികളൊക്കെ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് ഭാഷയുമായി ബന്ധപ്പെട്ടാണ്. അതായത് ലോയുടെ ലാംഗ്വേജ് കിട്ടണം. ലാംഗ്വേജ് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ കുറെ തള്ളിയിട്ട് കാര്യമില്ല. അപ്പൊ ആ കേസ് വരുന്ന സമയത്ത് നമ്മളതിങ്ങനെ ചെയ്ത് പഠിക്കുന്ന സമയത്ത് അപ്പുറത്ത് ഞാൻ എഴുതിയ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആൻസർ കൊടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാനാണ്, കാണാപാഠം പഠിക്കാനുള്ളതല്ല. ഇത് കാണാപാഠം പഠിക്കുക, അത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ആ ഇൻ ദിസ് കേസും അതുപോലെ തന്നെ കൊടുത്ത കൺക്ലൂഷനും നമ്മൾ അപ്ലൈ ചെയ്ത സെയിം സാധനമാണോ അല്ലെങ്കിൽ എന്റെ മൈൻഡിൽ തന്നെ വരുന്ന അതേ സെയിം സാധനമാണോ എന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കും. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഒന്ന് പരീക്ഷ നോക്കി നിങ്ങള്.
നീ വെറുതെ അനാവശ്യമായി ടെൻഷൻ അടിക്കല്ലേ? അത് വിട്. ഞാൻ പറഞ്ഞിട്ട് ടെൻഷൻ ഒന്നും ഒരു കാര്യമില്ല. പുട്ട് യുവർ എഫേർട്ട്. ടെൻഷൻ നമ്മുടെ അൺകൺട്രോളബിൾ ആണ്. അതുകൊണ്ട് നീ ടെൻഷൻ അടിച്ചാലുള്ള പ്രശ്നം എന്താ അറിയോ? നമുക്ക് കൂടുതൽ, ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കേസാണ്, ടൈം ഈസ് വെരി ഫാസ്റ്റ് വെൻ യു ആർ ലേറ്റ്. നിങ്ങൾ ലേറ്റ് ആയ ടൈം വളരെ ഫാസ്റ്റ് ആവും. അപ്പൊ നമ്മളെ മൈൻഡ് ഇപ്പൊ ആ ടൈമിൽ ഇത്ര ഉള്ളൂ, ഇത്ര സമയമുള്ളൂ, ഇത്ര സെക്കൻഡ് ഉള്ളൂ, ഇതിങ്ങനെ അന്വേഷിച്ച് പോവാണ്. നമുക്ക് പഠിക്കാൻ ഒരു കംഫർട്ടബിലിറ്റി കിട്ടൂല. അപ്പൊ അതിന് ബെറ്റർ സ്വയം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, വാട്ട് എവർ ബി ദ റിസൾട്ട്, ഞാനത് ആക്സെപ്റ്റ് ചെയ്തോളാം ഫുള്ളി. ഇപ്പൊക്കെ ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഇപ്പൊ പഠിക്കുക. എനിക്കിപ്പൊ ചെയ്യാൻ പറ്റുന്ന എന്റെ കൺട്രോളബിൾ ആയിട്ടുള്ള കാര്യം എഫേർട്ട് ഇടുക എന്നുള്ളതാണ്. അത് മാക്സിമം ഞാൻ ഇടട്ടെ. അല്ലെങ്കിൽ എന്ത് വന്നാലും ഇത് ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്, ആ രീതി എടുത്താൽ മതി. അപ്പൊ ഇപ്പൊ നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിച്ചാൽ നമ്മുടെ മൈൻഡ് പല സ്ഥലത്തേക്ക് ഡൈവേർട്ടഡ് ആയി പോകും. മൂഡില്ലാതായിട്ട് മാറും. മൂഡില്ലാതായിട്ട് അടുത്ത തീരുമാനം എക്സാം എഴുതേണ്ട, സ്കിപ്പ് ചെയ്യാന്നായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ചൊന്ന് ചിന്തിക്കല്ലേ. ഇനിയിപ്പൊ സ്കിപ്പ് ചെയ്യാൻ ഇതാണെങ്കിൽ പോലും നിങ്ങൾ ഇപ്പൊ എടുത്ത എഫേർട്ട് ഉണ്ടാവൂലേ, ഈ എഫേർട്ട് എടുത്തിട്ടുള്ള ഈ എഫേർട്ട് എത്രത്തോളം ഉണ്ട്, എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്, അതിന് മാർക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇത്ര എഫേർട്ട് എടുക്കണ്ടേ. അത് കുറച്ച് ലിറ്റിൽ ബിറ്റ് ആണെങ്കിൽ ആ കിട്ടുന്ന മാർക്കല്ല എക്സാമിന് കിട്ടുള്ളൂ. ജയം പരാജയം എടുക്കട്ടെ. അത് വളരെ ലോ ആയി കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ മോട്ടിവേഷന് അത് വീണ്ടും താഴത്തേക്ക് പോവല്ലേ. അപ്പൊ നമ്മൾ ഇന്നല്ലേ നമുക്ക് വഴി വെച്ചു കൊടുക്കുന്ന, കോൺഫിഡൻസ് ഇല്ലാതാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ബേജാറായിട്ട് കുറെ കാര്യമില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഇടാൻ പറ്റുന്ന മാക്സിമം എഫേർട്ട് നിങ്ങൾ ഇടൂ. ലോ മറക്കും, ഉറപ്പാണ്. അതിന് പറ്റുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. വേറൊരു പണിയില്ല. പ്രാക്ടീസ് ചെയ്യന്നെ. അതെടുക്കുക, വായിക്കുക, അത് വീണ്ടും ഇതാവുകയാണെങ്കിൽ അതിങ്ങനെ എടുത്ത് പഠിക്കുക. 3 ദിവസം സമയമുണ്ട്. എവിടെന്നറിയോ? നിങ്ങൾക്ക് ലോഡ് എക്സാം ഇടാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പിൽ. ആ 3 ദിവസത്തേക്ക് നിങ്ങൾ പ്രധാനപ്പെട്ട ടോപ്പിക് പഠിച്ചാൽ 3 ദിവസം നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനുള്ളതാണ്. ഇരുന്ന് ഇങ്ങനെ പ്രൊവിഷൻസ് ഇങ്ങനെ വയാട്ട് ചെയ്ത് അന്ന് അത് ഇപ്പൊ വെള്ളാക്കിയാലേ അപ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് വെള്ളമായിട്ട് മാറുള്ളൂ. ഇല്ലെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ടെൻഷൻ വരും അനാവശ്യമായ. അപ്പൊ അതുകൊണ്ട് അതൊന്നും ചിന്തിക്കാതെ ഇപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതൊക്കെ പഠിച്ചു പോകും. ഓക്കെ അല്ലേ സാറേ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത യൂണിറ്റ് ഇതാക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതാക്കാം. ടൈം പിടിക്കൂട്ടോ. കുറെ അതിന്റെ തിരുത്തലുകളും മറ്റൊക്കെ ഷോർട്ട് ചെയ്യാൻ കുറെ ഇതുണ്ട്. അത് തെറ്റാൻ പാടില്ല. ടെക്നിക്കൽ ഇതായി കഴിഞ്ഞാൽ ആ മാർക്ക് വിടൂല. അതൊക്കെ നോക്കിയിട്ട് വേണം. അപ്പൊ നിങ്ങളുടെ പരിപാടി നമ്മൾ ഇതാക്കരുത്, കിട്ടിയിട്ട് പഠിക്കുന്നത് വിചാരിക്കരുത്. സാധനം പ്രോസസ് ഇങ്ങനെ പോയിക്കോട്ടെ. സോ താങ്ക് യു. സോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മോക്ക് ടെസ്റ്റിനുള്ളതേ ആ, ഇന്ത്യൻ കോൺട്രാക്ട് ഫുൾ അല്ലേ? അത് ഇന്ത്യൻ കോൺട്രാക്ട് ഫുള്ളാണ്. ആ, ശരി.